സ്നേഹ ബഹുമാനപ്പെട്ട അച്ഛ, പ്രിയ സഹോദരി സഹോദരന്മാർ, എപ്പോഴും കുടുംബത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് എന്നെ എല്ലാവരും ഒരു കുടുംബജീവിതക്കാരനെ പോലെയാണ് എന്ന് കാണുക. ഞാൻ ഓർക്കുന്നു, ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ വെച്ച് മർത്തോമാ സഭയുടെ ദമ്പതി സംഗമം, 1000-ഓളം ദമ്പതിമാരുണ്ട്. പങ്കുസോഷൻ തിരുമേനി ചിരിച്ചോണ്ട് ചോദിച്ചു, കല്യാണം കഴിക്കാത്ത കാപ്പിപ്പൊടി അച്ഛൻ എങ്ങനെയാ കല്യാണം കഴിച്ചവരോട് ഇങ്ങനെയൊക്കെ പറയുക? അപ്പം എൻ്റെ അടുത്തിരുന്ന ഒരു തിരുമേനി പറഞ്ഞു, എന്തേലും മറുപടി അച്ഛന് പറയാനുണ്ടോ? ഞാൻ ഇത്രയും പ്രായമുള്ള തിരുമേനിയോട് ഞാനെങ്ങനെയാണ് മറുപടി പറയുക? എന്നാലും പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു മറുപടിയേ ഉള്ളൂ, നല്ല റെഫറിമാർക്ക് റൂൾസ് മൊത്തം അറിയാം, ഗെയിം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഒരുപാട് കുടുംബജീവിതങ്ങളുമായി ബന്ധപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ ചിന്തകൾ പങ്കുവെച്ച് പോകുമ്പോൾ നമുക്ക് ഇന്ന് തിരുവചനത്തിൽ നിന്ന് ഒരു ചിന്തയെടുത്ത് ഇടയ്ക്കിടയ്ക്ക് കുടുംബവുമായിട്ട് ചേർത്ത് വെച്ച് നമുക്കൊന്ന് കാണാം. നമ്മളെല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് സാധാരണ. ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം മനുഷ്യൻ്റെ ഒരു രീതിയാണ്, എന്തെങ്കിലും ചോദിച്ചില്ലെങ്കിൽ എന്നാ കരുതും എന്ന് ഓർക്കുന്നവരാണ് മലയാളികൾ. സാവധാനം നടന്നു പോകുമ്പം ഒരു ചേട്ടത്തി, അച്ഛൻ നടക്കുവാണ്. ഇതാണ് സാക്ഷാൽ നടപ്പ്. ഓട്ടത്തിൻ്റെ ഷേപ്പ് വേറെയാണെന്നറിയാം, എന്നാലും ചോദിക്കും അച്ഛൻ നടക്കുവാണ്. പള്ളിയിൽ കയറുമ്പോൾ ചോദിക്കും അച്ഛൻ പള്ളിയിൽ പോവാണ്, പിന്നെ പുല്ല് പറിക്കാൻ പോകുന്നതാണ് പള്ളിയിലേക്ക്. ഈ ചോദ്യം ചോദിക്കും. അപ്പം സ്ഥാനത്തും അസ്ഥാനത്തും മനുഷ്യൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പം നമ്മൾ ഇപ്പം കൊച്ചു പിള്ളേർ പോലും ചോദ്യം ചോദിക്കും. ഒരു കൊച്ചുകുട്ടി കുട്ടിക്കൂറാടെ പവളട്ടിന് കൈ പിടിച്ചിട്ട് ഒറ്റയ്ക്കിരുന്ന് പൊറുപൊറുക്കുന്നു. അമ്മ ചോദിച്ചു, നീ എന്നതാടാ ഈ ഒറ്റയ്ക്കിരുന്ന് പൊറുപൊറുക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ പവളട്ടിനോട് ഒരു ചോദ്യം ചോദിക്കുക. എന്നതാണ് ചോദിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ചോദിക്കുകയായിരുന്നു, കുട്ടിക്കൂറ ഈ അപ്പം കൂറായും അമ്മക്കൂറായും ഇല്ലാതെ കുട്ടിക്കൂറ എങ്ങനെയുണ്ടായി? ന്യായമായ സംശയം. ഇങ്ങനെ 100 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന ഒരു ലോകത്ത് ഒരു ഒറ്റപ്പെട്ട ചോദ്യം നമുക്കുണ്ടാകാം, ക്രിസ്തു എനിക്ക് ആര് എന്നൊരു ചോദ്യം. ഈ സന്ധ്യയിൽ ആ ഒരു ചോദ്യം നമുക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പം അത് നമ്മുടെ കുടുംബവുമായിട്ട് ചേർത്ത് വെച്ചും നമുക്കൊന്ന് കാണാൻ ശ്രമിക്കാം. ക്രിസ്തു എനിക്ക് ആര് എന്നൊരു ചോദ്യം. കാലാകാലങ്ങളിൽ ചോദ്യം ഉണ്ടായിട്ടുണ്ട്, ക്രിസ്തു ആര്? ആർക്കും ശരിക്കും ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ചില ഉത്തരം ബൈബിൾ നമുക്ക് തരുന്നുണ്ട്. അപ്പം ആ ഉത്തരങ്ങളിലേക്കാണ് ഈ സന്ധ്യയിൽ നമ്മൾ ഒരുമിച്ച് ഒന്ന് യാത്ര ചെയ്യുക. നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്നേഹം ലോകത്ത് ഏറ്റവും ഭംഗിയായി ആവിഷ്കരിച്ചത് ദൈവപുത്രനായ ക്രിസ്തുവിലൂടെയാണ്. കാലാകാലങ്ങളിൽ ദൈവം സ്നേഹമാണെന്ന് പലരും പ്രഘോഷിച്ചു. പ്രവാചകന്മാര്, രാജാക്കന്മാര്, പുരോഹിതന്മാര്. പക്ഷെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 16-ാം തിരുവചനത്തിൽ പറയുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ അയക്കുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഏറ്റവും വലിയ ദൈവത്തിന്റെ സ്നേഹം യേശുവിലൂടെയാണ്. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് മുഴുവൻ നോക്കിയാൽ ദൈവസ്നേഹത്തിന്റെ മുദ്രകളാണ് നമ്മൾ കാണുക. എവിടെ നോക്കിയാലും ദൈവസ്നേഹത്തിന്റെ മുദ്രകളാണ്. ദാമ്പത്യ സ്നേഹം ദൈവസ്നേഹത്തിന് ഒരു മുഖം, അമ്മ കുഞ്ഞ് ബന്ധം മറ്റൊരു മുഖം, സ്നേഹിത ബന്ധങ്ങൾ, ഇതെല്ലാം ദൈവസ്നേഹത്തിന്റെ മുഖങ്ങളാണ്. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നോക്കിയാലും കാണാം ദൈവസ്നേഹത്തിന്റെ കൊച്ചു കൊച്ചു മുദ്രകള്. എന്നും തീറ്റ കൊടുക്കുന്ന ആളെ കണ്ടാൽ അണ്ണാൻ ദേഹത്ത് ഓടിക്കളിക്കും. തത്ത, മാടത്ത, മൈന കൊച്ചു വർത്താനം പറയാൻ തുടങ്ങും. എരുമ, മൂരി, ആട്, പശു ഇരുത്തി അമറാൻ തുടങ്ങും. ഓരോന്നിനോട് ഓരോ സ്നേഹം. പ്രിയപ്പെട്ടവരെ കാണും. കോഴി, താറാവ് ഇരുത്തി കൊക്കാൻ തുടങ്ങും. ഇതൊക്കെ സ്നേഹത്തിന്റെ മുഖങ്ങളാണ്. എന്നും തീറ്റ കൊടുക്കുന്ന ആളെ കാണുമ്പം നമുക്കറിയാം, ഒന്നും മീനും കൊണ്ട് വരുന്ന മീൻകാരനെ കാണുമ്പം നമ്മുടെ നാട്ടിലെ വീട്ടിലെ പൂച്ചയുടെ വികാരപ്രകടനം നമ്മൾ കണ്ടിട്ടുണ്ട്. താടിയിട്ട് തടവി, മീശയിട്ട് ഒരുമി, ടയറെ തിരുമി, കാലയിൽ മിനുങ്ങി പൂച്ച എന്തൊരു സ്നേഹമാണ് കാണിക്കുക. എന്നും തീറ്റ കൊടുക്കുന്ന ആളെ കണ്ടാൽ ആൾ ചവിട്ട് കൊടുത്താൽ പോലും വീട്ടിലെ പട്ടിക്ക് ഒരു പ്രതിഷേധവും ഇല്ല. ചമ്മിയ ചിരിയുമായി സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് തൊഴിച്ചവന്റെ മുമ്പിലേക്ക് ഇട്ട എഴുതുന്ന പോലെ വട്ടം ചുറ്റി പട്ടി കറങ്ങിയെത്തും. ഒരു പട്ടിയുടെ സ്നേഹം. ഞാൻ തിരുവനന്തപുരത്തെ ഞങ്ങളുടെ ആശ്രമത്തിൽ കട്ടപ്പനയുള്ള എൻ്റെ തറവാട്ട് വീട്ടിൽ നിന്നും ഒരു പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവന്ന് വളർത്തി. 6-7 മാസം ആശ്രമത്തിലെ തീറ്റ നിന്നപ്പം പട്ടി മുഴുത്തു, ദേഹം കൊഴുത്തു, കക്ഷിയാകും മെഴുത്തു. 1 വയസ്സായപ്പോൾ ഉഗ്രം പട്ടി, ഊറ്റം കൊര. കൊരയെന്ന് വെച്ചാൽ ചില്ലറ കൊരയല്ല, പെരുന്നാളിന് കതിനാവരി പൊട്ടുന്ന പോലെ നല്ല മുഴക്കമുള്ള കൊര.
പക്ഷെ സാവധാനം പിടികിട്ടി മുഴുപ്പും ഷെയ്പ്പും കൊരയുണ്ടേലും കക്ഷി ശുദ്ധ പൊട്ടനായിരുന്നു. യാതൊരു വിവരവുമില്ല. ഞങ്ങൾ ധ്യാനപ്രസംഗം കഴിഞ്ഞ് രാത്രി 10:30ക്കും 11:00 കയറി ചെല്ലുമ്പം ഈ പട്ടി ജീവൻ പോയാൽ ഞങ്ങളെ ആശ്രമത്തിൽ കയറ്റുകയല്ല, കുരച്ചോട് കടിക്കാനായിട്ട് ഓടുകയാണ്. പിന്നെ കമ്പേ കൊഴി കല്ലേ തുടങ്ങിയ മാരക ആയുധമായിട്ട് നേരിട്ടാൽ മാത്രം കഷ്ടപ്പെട്ട് ആശ്രമത്തിൽ കടന്നുകൂടാ. അതേസമയം ഒരു പരിചയമില്ലാത്ത അപരിചിതര് ഏത് പാതിരാത്രിക്ക് വന്നാലും കൃത്യമായ സ്വാഗതം. മലന്ന് കിടന്ന് കാലും കൈയും പൊക്കി പിടിച്ച് കാലിനടിക്ക് തിരികെ കയറ്റി വന്നയാളെ വരാതെ കയറ്റാതെ പട്ടിക്ക് ശ്വാസം വീഴുകയില്ല. നമ്മൾ കില്ലപ്പട്ടി പഞ്ഞപ്പട്ടി ഇതിനെ തല്ലി കൊന്നാലോ. ഇപ്പോൾ കൂടെയുള്ള വെല്ലീശൻ പറഞ്ഞു, എന്തിനാ അരിശപ്പെടുന്നത്? മനുഷ്യരല്ലല്ലോ, പട്ടിയല്ലേ, കാത്തിരിക്കാം, മാനസാന്തരം ഉണ്ടായാലോ. അതൊരു ഇടവപ്പള്ളിയും കൂടാ. ഞായറാഴ്ചകളിൽ 100-500 പേര് വരും. ആൾക്കാർ വന്നതിന് മുമ്പിൽ പട്ടി നോക്കി നിൽക്കും. പെണ്ണുങ്ങളുടെ ദേഹത്ത് നിന്ന് എന്തെങ്കിലും കൊഴിഞ്ഞു പോയാൽ അത് മാത്രം ഈ പട്ടി കൃത്യമായിട്ട് പെറുകിയെടുക്കും. കൊച്ചു പെൺപിള്ളാരുടെ റിബണ്, സ്ലൈഡ്, സെറ്റിപ്പിന്നെ, കൊച്ചു തൂവാല, മുടുത്ത പെണ്ണുങ്ങൾ കേരളത്തിൽ മുടിപ്പുറകിൽ മുറുക്കി കെട്ടുന്ന മുടുത്ത കൊടശീല പോലെ ഹെയർ ബാൻഡ് ഇതെല്ലാം പട്ടി പെറുകിയെടുക്കും. തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ അച്ഛന്മാർ എഴുന്നേറ്റ് വരുമ്പം കാണുന്ന കാഴ്ച, സ്കൂൾ അസംബ്ലിക്ക് പിള്ളേരെ നിരത്തി പോലെ പെണ്ണുങ്ങളുടെ പറഞ്ഞു പോയ സാധനങ്ങൾ മൊത്തം പട്ടി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കും. ഞാൻ പറഞ്ഞു, കില്ലപ്പെട്ടി മഞ്ഞപ്പെട്ടി ഒന്നെങ്കിൽ വെടിവെക്കണം, അല്ലെ കരണ്ടടിച്ച് കൊല്ലിക്കണം. അപ്പോൾ കൂടെയുള്ള വെല്ലീച്ചൻ പറഞ്ഞു, എന്തിനാ പട്ടിയോട് അരിശപ്പെടുന്നത്? നമ്മൾ കത്തോലിക്ക അച്ഛന്മാർക്ക് ഇത് കൂട്ട് ഐറ്റങ്ങളൊക്കെ കയ്യിലെടുക്കാനും തൊടാനും ഭാഗ്യമില്ലാത്തത് കൊണ്ട് ദൈവം തന്ന പട്ടിയാണ് ഓർത്ത് നമുക്കിതിനെ ശരിക്കും തീറ്റ കൊടുത്ത് വളർത്തിക്കൊണ്ട് വരാം. അങ്ങനെ ഇരിക്കെ കൊട്ടിയത്ത് നേഴ്സുമാരുടെ ധ്യാനം നടക്കും. ഒരു ദിവസം ടാക്സിക്കാരെ ഞാൻ ഇങ്ങനെ കൊട്ടിയത്തിന് പോവുക. പോകുമ്പം പട്ടിയെ കാറെ കയറ്റി പിൻസീറ്റിൽ പട്ടിയെ ഇരുത്തു. റൊട്ടി കഷ്ണം പട്ടിയെ മണപ്പിച്ചു. റൊട്ടി മണത്ത പട്ടി കാറിൻ്റെ പിൻസീറ്റിൽ സ്വസ്ഥമായിട്ടിരുന്നു. ഒരു 20 കിലോമീറ്റർ കഴിയുമ്പോൾ പോത്തൻകോട് എന്നൊരു സ്ഥലം. അവിടെ ചെന്നപ്പോൾ ഒരു കശാപ്പ് കട. സന്ധ്യ മയങ്ങിയ സമയം. ഒരു കാറിൻ്റെ ഡോറ് തുറന്നു. എല്ലുമുട്ടിയുടെ മണം പിടിച്ച പട്ടി ഇരുട്ടിലേക്ക് ഒരു ചാട്ടം. ഡോറടച്ച് ശല്യത്തെ ഒഴിവാക്കി രക്ഷപ്പെട്ടു. 1.5 മാസം കഴിഞ്ഞ് പോത്തൻകോട് ഒരു വലിയ ബൈബിൾ കൺവെൻഷൻ. അതിൻ്റെ സമാപന പ്രസംഗത്തിന് എന്നെയാണ് വിളിച്ചിരുന്നത്. രാത്രി 7:30 സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിൽ നാരങ്ങാനീര് പിഴിഞ്ഞ് കുടിക്കുമ്പം ലോഹയുടെ അറ്റത്ത് ശക്തമായൊരു മുട്ട ഒരു തട്ട്. ഞാൻ കുനിഞ്ഞു നോക്കുമ്പം 1.5 മാസം മുമ്പ് കുടിയിറങ്ങിവിട്ട കക്ഷി ഉണ്ടച്ചോറിന് കൂറ് പ്രഖ്യാപിക്കാൻ വാലുപാട്ടി കാലും നോക്കി വരുന്നു. ഒരു പട്ടിയുടെ സ്നേഹം. പുഴ കടത്തിയാൽ പൂച്ച നീന്തിയെത്തും, നാട് കടത്തിയാൽ പട്ടി ഓടിയെത്തും. ജീവജാലങ്ങളുടെ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ഗ്രേഡ് കൂടുമ്പം ഭാര്യയ്ക്ക് വേണ്ടി മരിക്കുന്ന ഭർത്താവ്, ഭർത്താവിന് വേണ്ടി മരിക്കുന്ന ഭാര്യ, മക്കൾക്ക് വേണ്ടി മരിക്കുന്ന മാതാപിതാക്കൾ എങ്കിൽ സൃഷ്ടാവിൻ്റെ സ്നേഹം എത്ര വലുത് നമ്മൾ ഓർക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രകടനം നമ്മൾ കാണുന്നത് ക്രിസ്തുയേശുവിലൂടെയാണ്. ദൈവം, സൃഷ്ടാവായ ദൈവം സൃഷ്ടികളായ മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് കാണിക്കുവാൻ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് കാണാം. അവിടെയാണ് യേശുവിനെ കുറിച്ചുള്ള ഒരു ചിന്തയിലൂടെ കടന്നു പോകുമ്പം കർത്താവായ യേശു എനിക്ക് ആര് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നു, എൻ്റെ ജീവിതത്തിൽ 7 അധികാരങ്ങൾ ഉള്ളവനാണ് യേശു. ആരാണ് യേശു എന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ 7 അധികാരങ്ങൾ. നമുക്കറിയാം ബൈബിളിൽ 7 പ്രത്യേകതയുണ്ട്. 7 പൂർണ്ണതയാണ് സൂചിപ്പിക്കുക. 7 താഴ്ന്നത് അപൂർണത, 7 കൂടിയതും പൂർണ്ണത. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ 7 ഫലങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ പറയും. അതുപോലെ തന്നെ ഏഷ്യാ മൈനറിലെ 7 സഭകൾക്കായി എഴുതപ്പെട്ട വെളിപാട് പുസ്തകം 70 ക്ഷമിക്കണം. 7 വലിയ പ്രത്യേകതയുണ്ട്. 6 അപൂർണതയാണ്. കാനായിൽ 6 കൽപ്പരണികളാണ്. അത് അപൂർണമാണ്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ അത് വീര്യമായിട്ട് മാറുന്നു. അപൂർണതയെ തമ്പുരാൻ പൂർണ്ണമാക്കി മാറ്റുന്നു. എങ്കിൽ യേശുവിൻ്റെ 7 അധികാരങ്ങളിൽ 1ാമത്തെ അധികാരമാണ് ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളവൻ യേശു. ഹിസ് പവർ ഓവർ ക്വാളിറ്റി. ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളവൻ യേശു. ഹിസ് പവർ ഓവർ ക്വാളിറ്റി. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ. കാനായിൽ കൽഭരണികൾ. 3-ാം ദിവസം കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശു ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ മറിയം പറഞ്ഞു, വീഞ്ഞില്ല. അപ്പോൾ അവിടെ 2-3 അളവ് കൊള്ളുന്ന 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് അവൻ കൽപ്പിച്ചു. അവർ വെള്ളം നിറച്ചു.
കോരി കൊടുക്കാൻ പറഞ്ഞു. വീര്യമുള്ള വീഞ്ഞായി വാരി കോരി വിളമ്പി. ഇതാണ് നമ്മൾ കാണുക. ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളവൻ യേശു. 2 or 3 അളവ് കൊള്ളുന്ന ഭരണികളിൽ വെള്ളം നിറച്ചപ്പോൾ ആ വെള്ളത്തെ യേശു വീര്യമുള്ള വീഞ്ഞാക്കി മാറ്റുന്നു. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് ക്രിസ്തു പഠിപ്പിക്കുകയാണ്, തണുത്ത് മരവിച്ചതിന് ഉണർവ് കൊടുക്കുന്നവൻ ദൈവപുത്രനാണ്. രോഗം ബാധിച്ച ശരീരത്തിന് വീര്യം കൊടുക്കുന്നത് അവിടുന്നാണ്. മരവിച്ച മനസ്സുകൾക്ക് പുതുജീവൻ കൊടുക്കുന്നത് അവിടുന്നാണ്. തകർന്നു പോയ കുടുംബങ്ങളെ ബലപ്പെടുത്തുന്നത് അവിടുന്നാണ്. അവൻ്റെ കൈ കൊടുത്താൽ കൊടുത്തതിനെല്ലാം വീര്യം. അപ്പം യേശു കടന്നു വരുമ്പം വീര്യമുണ്ട്. അത് പൗരോഹിത്യമാണേലും അത് കുടുംബജീവിതമാണേലും ഏത് ജീവിതത്തിലും ക്രിസ്തു കടന്നു വരണം. അവിടെ മാത്രമേ വീര്യമുള്ളൂ. ക്രിസ്തുവില്ലാത്ത ജീവിതമൊക്കെ തളർന്ന ജീവിതമാണ്. ചില ആൾക്കാരെ കാണാൻ മേലെ ചോദിക്കുക, ചേർത്തിയെ കെട്ടിയവനവിടെ പോയി, ആ എപ്പം വരുമെന്നറിയാമോ? ഓ ഏമ്പക്കം വിട്ടതല്ല. കാരണം നിരാശയോട് നിരാശ. ചില നടന്നു പോകുന്ന കണ്ടാൽ തോന്നും ഏതോ സ്കൂൾ ലബോറട്ടറിയിൽ നിന്നും അസ്ഥികൂടം സയാന സവാരിക്ക് പോകണ പോലെ വീർപ്പിച്ച മുഖമൊക്കെ ആയിട്ട് നടന്നു പോകുന്ന മനുഷ്യരെ കാണാം. കാരണം ക്രിസ്തു കൂടെയില്ല. അച്ഛന്മാരെയും കാണാം. ക്രിസ്തു കൂടിയില്ലാത്ത അച്ഛൻ കുർബാന അർപ്പിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉണർവില്ലല്ലോ. അത് വചനപ്രഘോഷണമാണേലും പാട്ടാണേലും ബലിയർപ്പണമാണേലും ഒരു രസമില്ല. പിന്നെ 2 വാക്കുകളാണ് ഈ വീര്യമില്ലാത്ത ജീവിതത്തിൽ. 2 വാക്കുകൾ നാവിൽ തത്തിക്കളിക്കും. 1 ഇത്, 2 ഏതാണ്ട്. എന്നാ പറഞ്ഞാലും എൻ്റെ അച്ഛ ഒരു ഇതുമില്ല, ഒരു ഏതാണ്ട് പോലെ തോന്നുന്നു. ഈ 2 വാക്കാണ് നമ്മുടെ കൂടെ പിറപ്പ്. ഇപ്പൊ ക്രിസ്തു വരുമ്പോൾ ഒരു പുതുവീര്യം വരുന്നു, ഉണർവ് വരുന്നു. ഇവിടെ കാനായിലെ കല്യാണ സദ്യയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓർക്കുക, ശരിക്കും ഒരു ഉണർവ് ഏത് ജീവിതാന്തസ്സിലുണ്ടെങ്കിലും ക്രിസ്തു വരണം. പുലികളുടെ കല്യാണം നടക്കുന്നു. 10-20 പുലികൾ കല്യാണം കഴിക്കുക. ഈ പുലികൾ കല്യാണം കഴിക്കുമ്പം കുറെ എലികൾ താഴെ നിന്ന് ഭയങ്കരമായി ഡാൻസ് കളിക്കുന്നു. പുലികൾ ചോദിച്ചു, ഞങ്ങളുടെ കല്യാണത്തിൽ എലികൾക്ക് എന്നാ പങ്ക്? നിങ്ങൾ എന്തിനാ ഡാൻസ് കളിക്കുന്നത്? എലികൾ പറഞ്ഞു, എങ്ങനെ ഡാൻസ് കളിക്കാതിരിക്കും? അതെന്താ? അവർ പറഞ്ഞു, കല്യാണത്തിന്റെ ദിവസം ഞങ്ങളും പുലികളായിരുന്നു, ഇപ്പോഴാണ് എലിയായിട്ട് മാറിപ്പോകുന്നത്. അപ്പം ആദ്യകാല വീര്യം കുറെ കഴിയുമ്പോൾ തളരുന്നു. ആദ്യത്തെ ശക്തി ചോർന്നു പോകുന്നു, ബലം നശിച്ചു പോകുന്നു. അപ്പം അവൻ കൂടെയുണ്ടോ എന്നും വീര്യമുണ്ട്. അവൻ കൂടെയുണ്ടോ എന്നും ഉണർവുണ്ട്. അവനില്ലാത്ത ജീവിതത്തിൽ വീര്യമില്ല, ബലമില്ല, ഉണർവില്ല. എന്താണ് കാനാ പഠിപ്പിക്കുന്ന സന്ദേശം? ഒന്നാമത്തെ ചിന്ത ഇതാണ്. കാനായിലെ കല്യാണ സദ്യയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ സന്ദേശം ഇതാണ്. ജീവിതത്തിൽ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ തളരാതെ പിടിച്ചു നിൽക്കണം. ക്രിസ്തുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകാം. ഏത് ജീവിതത്തിലും കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകാം. അച്ഛനായി ഞാൻ കണക്ക് കൂട്ടുന്നു, ഇങ്ങനെ പോയാൽ ഒരു 15 വർഷം കൂടെ ധ്യാനിപ്പിച്ചുകൊണ്ട് നടക്കാം. അപ്പോഴാണ് ഒരു വണ്ടി അപകടം പറ്റി തളർന്നു പോകുന്ന അവസ്ഥ. അങ്ങനെ വരുമ്പോൾ കണക്കുകൂട്ടൽ തെറ്റും. ഇന്നത്തെ ശമ്പളം, ജോലി, ഈ സ്റ്റാറ്റസ്, കുഞ്ഞുങ്ങൾ എല്ലാം ഓക്കെയാണ്. ഇത് പോകുമ്പോഴാണ് ഒരു മാരകമായ രോഗം വന്ന് സമ്പത്ത് ചോർന്നു പോകുന്നു, പ്രതീക്ഷ അസ്തമിക്കുന്നു. ആർക്കും കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകാം. ഒരിക്കലും നമ്മൾ ഓർത്തേക്കല്ല എല്ലാം തികഞ്ഞ് എല്ലാം ഉണ്ട്. ചിലപ്പോഴൊക്കെ ചില ആൾക്കാരുടെ ഗമയും നടപ്പും കണ്ടാൽ തോന്നും, ആരാണ് കക്ഷി? ഹി ഈസ് ദ ഫസ്റ്റസ്റ്റ് ഓഫ് ഓൾമൈറ്റി ഗോഡ്. ആ രീതിയിൽ നടക്കുന്ന മനുഷ്യരെ കാണാം. അപ്പം അങ്ങനെയുള്ള അഹന്തയുടെ നടുവിലാണ് തമ്പുരാൻ പറയുക, ഒരു നിമിഷം മതി മകനെ മകളെ കണക്കുകൂട്ടലുകൾ തെറ്റാൻ. കണക്കുകൂട്ടലുകൾ തെറ്റുമ്പം തളരാതെ പിടിച്ചു നിൽക്കണോ? ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. കാനായിലെ വീട്ടുകാര് തളരാഞ്ഞതിൻ്റെ കാരണം അവർ ക്രിസ്തുവിനെ വിവാഹ വിരുന്നിലേക്ക് ക്ഷണിച്ചിരുന്നു. എൻ്റെ ദാമ്പത്യത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ ക്ഷണിച്ചാൽ ഒന്നും നമ്മളെ തളർത്തുകയല്ല. കാറ്റടിച്ചാലും കോളടിച്ചാലും തോണി തീരത്ത് തന്നെ എത്തിച്ചേരും. ഇപ്പം ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളവൻ യേശു. കാനായിൽ കിട്ടുന്ന രണ്ടാമതൊരു ചിന്തയുണ്ട്. ആ ചിന്ത ഇതാണ്: ജീവിതത്തിന് വീര്യം വർദ്ധിക്കണോ? ക്രിസ്തു കൂടെ ഉണ്ടാകണം. ജീവിതത്തിൽ വീര്യം വർദ്ധിക്കണോ? ക്രിസ്തു കൂടെ ഉണ്ടാകണം. ക്രിസ്തു കൂടെയില്ലാത്ത ജീവിതത്തിന് വീര്യമില്ലല്ലോ. അവൻ കൂടെ ഉണ്ടെങ്കിൽ വീര്യമുണ്ട്. ഓർത്ത് നോക്കിക്കേ, അവൻ കൂടെ നിന്നപ്പോൾ വെള്ളത്തിന്റെ വീര്യം വർദ്ധിച്ചു, വീഞ്ഞായി.
അവൻ അച്ഛൻ്റെ കൂടെ ആൾക്കാരെ നിൽക്കുമ്പം വീഞ്ഞിൻ്റെ വീര്യം വർദ്ധിച്ചു, ക്രിസ്തുവിൻ്റെ രക്തമായിട്ട് അത് മാറും. അവൻ കൂടെ ഇല്ലെങ്കിൽ രക്തം വെറും വീഞ്ഞ്, വീഞ്ഞ് വെറും വെള്ളം. ക്രിസ്തു കൂടെയുണ്ടോ വീര്യമുണ്ട്. അത് കുടുംബത്തിലാണേലും പൗരോഹിത്യത്തിലാണേലും എവിടെയാണെങ്കിലും ഏത് ജീവിതാന്തസ്സിലും വീര്യം പകരുന്നത് ക്രിസ്തുവിൻ്റെ പ്രസൻസാണ്. അവൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ വീര്യം ചോർന്നു പോകും. ജീവിതത്തിന് വീര്യം തരുന്നവൻ ക്രിസ്തുവാ. അതുകൊണ്ടാണല്ലോ ക്രിസ്തുവിൻ്റെ ആത്മാവ് കൂടെ വന്നപ്പോഴാണ് റോമനും ചരിത്രത്തെ കിടുകിടാ വിറപ്പിച്ച റോമിൻ്റെ ഏകചക്രാധിപതി നീറോയുടെ മുമ്പിൽ പത്രോസ് പറഞ്ഞു, ഞാൻ അവനെ അറിയും. നമ്മുടെ ഉപദേശിമാർ, നമ്മുടെ വൈദികർ, നമ്മുടെ പ്രേക്ഷിതരായ ശുശ്രൂഷകർ, എവിടുന്നാ വീര്യം? ക്രിസ്തു കൂടെയുണ്ടോ നമുക്ക് വീര്യമുണ്ട്. ഇന്ന് ക്രിസ്തു നഷ്ടപ്പെട്ട ലോകത്തിലല്ലേ നമ്മൾ ജീവിക്കുക. ഒരുപാട് നമുക്കറിയാം, ഇന്ന് ലോകം ആഗ്രഹിക്കുന്നത് ഒരു TV-യിൽ പ്രസംഗിക്കുന്ന ഒരു പുതിയ പാസ്റ്ററെ അല്ല, ഒരു പുതിയ സഭയും പൊക്കിപ്പിടിച്ചു വരുന്ന ഒരു വ്യക്തിയല്ല. ഇന്ന് ലോകം പറയുന്നത് നിങ്ങൾ പറയണ്ട, കാണിക്കുക. അച്ഛന്മാരോടൊക്കെ ഇന്ന് ലോകം പറയുന്നതാ, നിങ്ങളധികം പറയണ്ട, കാണിക്കുക. ഡോണ്ട് ടീച്ച് us, പ്ലീസ് ഷോ us. ക്രിസ്തുവിനെ ഒന്ന് കാണിക്കാൻ ആൾക്കാരില്ല. ഇഷ്ടംപോലെ പ്രഘോഷകരുണ്ട്, പല പല രീതിയിൽ എല്ലാവരും പറയും. അവിടെയാണ് പറയുക, വീര്യം ചോർന്നു പോയവരാ. അപ്പം നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ് നമ്മുടെ വീര്യത്തിൻ്റെ ഉറപ്പ്. മോരെ യേശുവിൻ്റെ ഉയർപ്പൊക്കെ എത്ര മനോഹരമായിട്ടാണ്. അരിമത്തിയാക്കാരൻ ജോസഫ് ക്രിസ്തുവിന് കല്ലറ കൊടുത്തു. ആദ്യത്തെ ദുഃഖവെള്ളിയാഴ്ച ആൾക്കാർ ചോദിച്ചു, നീ എന്നാ പൊട്ടനാ ജോസഫ്, ഇത്രയും പാവപ്പെട്ടവന് ഇത്രയും വില കൂടിയ കല്ലറ കൊടുക്കേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നു? കുറെ കൂടെ പണക്കാരന് കൊടുത്തിരുന്നെങ്കിൽ കൂടുതൽ കാശ് കിട്ടിയാലായിരുന്നു. എന്തിനാ ആശാരി ചെറുക്കന് നിന്റെ കല്ലറ ചെറിയ തുകയ്ക്ക് കൊടുത്തത്? പരിമത്യക്കാരൻ ജോസഫ് പറഞ്ഞു, ഞാൻ കണക്ക് കൂടാതെ കൊടുത്തതൊന്നുമല്ല. കഴിഞ്ഞ തിങ്കളാഴ്ചയും അവൻ എന്നോട് പറഞ്ഞായിരുന്നു, വീക്കെൻഡിൽ ഒന്ന് കിടക്കാൻ തന്നാൽ മതി, ഞായറാഴ്ച രാവിലെ ഞാനങ്ങ് പൊങ്ങിപ്പോവും. ഇതായിരുന്നു ക്രിസ്തുവിൻ്റെ ഉറപ്പ്. ഈ വീര്യമായിരുന്നു ശിഷ്യന്മാരുടെ ഉറപ്പ്. ഇതായിരുന്നു ആദിമ സഭയുടെ ഉറപ്പ്. ഈ വീര്യം നഷ്ടപ്പെടുന്നതാണ് നമുക്കുള്ള ബുദ്ധിമുട്ട്. നമുക്കിന്ന് വരുന്നതിലും ഉറപ്പല്ലല്ലോ, നമുക്കിന്ന് ഉറപ്പില്ല. കാരണം വീര്യം പോയതുകൊണ്ടാണ്. പ്രാർത്ഥിച്ച ഒരച്ഛന് ദൈവം ഉറപ്പ് കൊടുത്തു, ധ്യാനത്തിൽ പങ്കെടുക്കുന്ന 10 പേരുടെ പാദം വിണ്ടുകീറുന്ന രോഗം കർത്താവ് സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് കൊടുത്ത ഉറപ്പ്. പാദം വിണ്ടുകീറുന്ന 10 പേരുടെ പാദം വിണ്ടുകീറുന്ന രോഗം കർത്താവ് സൗഖ്യപ്പെടുത്തി. അച്ഛൻ ധൈര്യത്തോടെ വീര്യത്തോടെ പറഞ്ഞു, ഇവിടെയുള്ള 10 പേരുടെ വിണ്ടുകീറുന്ന പാദം കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് പിന്നെയും സംശയം, ദൈവമേ കരിഞ്ഞില്ലെങ്കിൽ നാണക്കേടല്ലേ? അച്ഛൻ പറഞ്ഞു, കർത്താവ് വീണ്ടും പറയുന്നു, അങ്ങനെ കരിഞ്ഞവരെല്ലാം അടുത്ത 30 ദിവസം ആവണക്കെണ്ണയും വരട്ടുമഞ്ഞളും തരണമെന്ന് തമ്പുരാൻ ആവശ്യപ്പെടുന്നു. നമുക്കിത് ഇത്രയും ബോധ്യമുള്ള ഉറപ്പുള്ളൂ. അവിടെയാണ് പറയുക, ജീവിതത്തിൽ വീര്യം നഷ്ടപ്പെടുമ്പോൾ വീര്യം പകരുവാൻ കർത്താവായ യേശു കടന്നു വരണം. വീണ്ടും കാന പഠിപ്പിക്കുകയാണ് ഒരു സന്ദേശം കൂടി. ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞാകണോ? ക്രിസ്തുവിൻ്റെ പ്രസൻസ് വേണം. ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞാകണോ? ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വേണം. കാനായിലെ കൽഭരണികളിൽ ഒഴിച്ചു കളയുന്ന ഒത്തിരി വെള്ളം, പാദം കഴുകുന്ന വെള്ളം, അത് കുടിച്ചു തീർക്കുന്ന വീഞ്ഞാക്കി മാറ്റാൻ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വന്നു. അമേരിക്കയിലും മറ്റും ജോലി ചെയ്യുമ്പം, പണം സമ്പാദിക്കുമ്പം നമുക്ക് ഒരുപാട് ഒഴിച്ചു കളയുന്ന വെള്ളമുണ്ട്. ഒരു കല്യാണം വന്നാൽ, ഒരു ഹൗസ് വാമിങ് വന്നാൽ, നാട്ടിലൊരു പ്രോഗ്രാം വന്നാൽ വെറുതെ നമ്മൾ പൈസ ഒത്തിരി ദൂർത്തടിക്കുന്ന ചെലവഴിക്കുന്നു. ഒഴിച്ചു കളയുന്ന വെള്ളം അത് കുടിച്ചു തീർക്കുന്ന വീഞ്ഞാക്കി മാറ്റാൻ പറ്റണം. വെറുതെ ദൂർത്തിൻ്റെ പൈസ ശേഖരിച്ച് വെച്ച് നമ്മുടെ തന്നെ സഭയിലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കാൻ സഹായിക്കുമ്പം, രോഗം ബാധിച്ച ആൾക്ക് മരുന്ന് മേടിക്കാൻ സഹായിക്കുമ്പം, ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ സഹായിക്കുമ്പം ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞായി മാറും. അങ്ങനെ വരുമ്പം എൻ്റെ ഭാര്യയ്ക്ക് അനുഗ്രഹം, എൻ്റെ ഭർത്താവിന് അനുഗ്രഹം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം. ഇപ്പം ഗുണമേന്മയുടെ മേൽ അധികാരമുള്ള യേശു നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ജീവിതത്തിലൊക്കെ ഒരു തണുപ്പ് മൊത്തം ബാധിക്കുന്ന ലോകത്തിലാണ്. കാരണം കുടുംബജീവിതമാണേലും എല്ലാവരും സ്നേഹം എന്നൊക്കെ പറയും. ആദ്യ കാലങ്ങളിൽ നല്ല ഉണർവ്, കുറച്ച് കഴിഞ്ഞ് പ്രശ്നം. അതുകൊണ്ടല്ലേ കല്യാണം കഴിയുന്ന ആദ്യ നാളുകളിൽ ഭർത്താവും ഭാര്യയും കൂടെ എന്തൊരു സ്നേഹമാണ്, ആദ്യം എന്തൊരു വീര്യമാണ്. അതുകൊണ്ടാണല്ലോ പറയുക, കല്യാണം കഴിഞ്ഞു 1-ാം വർഷം ഭാര്യ പറഞ്ഞുകൊണ്ട് കിടന്നു, ഭർത്താവ് കേട്ടോണ്ട് കിടന്നു. 2-ാം വർഷം ഭാര്യ പറഞ്ഞുകൊണ്ട് കിടന്നു, ഭർത്താവ് കേട്ടോണ്ട് കിടന്നു.
3-ാം വർഷം രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. നാട്ടുകാർ കേട്ടുകൊണ്ടിരുന്നു. വീര്യം പോയി, ലഹരി പോയി. ഈ പുതുവീഞ്ഞിന് ലഹരി പോകുമ്പോഴാണ് ഇപ്പം നമ്മളിന്ന് കാണുന്നിടത്തെല്ലാം നമുക്ക് ഈ സ്നേഹമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ മേലാത്തതും, പലപ്പോഴും എല്ലാ സ്നേഹത്തിലും ഒരു ചെറിയ മായം, ഒരു ചെറിയ കബളിപ്പിക്കൽ സകല സ്നേഹത്തിലും നമ്മളിന്ന് കാണുന്നു. ഒരു ഭർത്താവും ഭാര്യയും കൂടി പള്ളിയുടെ സിമിത്തേരിയുടെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പം ഒരു ഭാര്യ ആ ദിവസങ്ങളിൽ മരിച്ചുപോയ കെട്ടിയവൻ്റെ കല്ലറയുടെ മുകളിൽ കയറിയിരുന്ന മനോരമ പത്രം കൊണ്ട് വീശിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം കെട്ടിയവൻ പറഞ്ഞു, നോക്കടി, കല്ലറയെ പോലും ഭർത്താവിന് ആവി അടിക്കാതിരിക്കാൻ, ചൂടടിക്കാതിരിക്കാൻ ഒരു ഭാര്യയുടെ കരുതൽ കണ്ടില്ലേ? അവള് പറഞ്ഞു, പിന്നെ ജീവിച്ചപ്പോൾ ഇത്ര വലിയ കരുതലൊന്നും ഇല്ലായിരുന്നു, പിന്നെ ഇപ്പം എന്നാണ് നമുക്ക് നേരെ ചോദിച്ചു, എന്നാടി ആലീസ് പത്രം കൊണ്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു? അവള് പറഞ്ഞു, എൻ്റെ കെട്ടിയവൻ മരിക്കുന്നതിന് 1 മാസം മുമ്പ് പറയടി, ഞാൻ മരിച്ച് അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പം നീ വിധവയായിട്ട് ഭൂമിയിൽ ഉടർന്നത് കണ്ടാൽ നിത്യശാന്തി കിട്ടിയാൽ, അതുകൊണ്ട് എൻ്റെ കല്ലറയുടെ സിമെൻറ്റ് ഉണങ്ങിക്കഴിയുമ്പം നീ അയൽപക്കത്തെ ബാബുവിനെ കെട്ടിക്കോണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സിമെൻറ്റ് ഉണങ്ങാനായിട്ട് ഞാൻ വിശിക്കൊണ്ടിരിക്കുകയാണ്. ഉണങ്ങി കിട്ടിയിട്ട് വേണം എനിക്ക് ബാബുവിനെ കെട്ടാനായിട്ട്. അപ്പം നമ്മൾ കാണുന്ന സ്നേഹത്തിലെല്ലാം ഉണ്ട് ഒരു കബളിപ്പിക്കൽ, ഒരു കൊളുത്തിപ്പിടുത്തം. നിത്യമായ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം മാത്രമാണ്. ലോകത്ത് നമുക്ക് ഈ സ്നേഹത്തിൽ നമുക്കറിയാം, ഒരു 40 വയസ്സുള്ള ഭാര്യ ക്യാൻസർ രോഗം ബാധിച്ച് മരിക്കാൻ കിടക്കുന്നു. 45 വയസ്സുള്ള ഭർത്താവ് അരികിലിരുന്ന് തുണി വെള്ളത്തിൽ മുക്കി ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ തുടച്ചു കൊടുക്കുന്നു. ട്യൂബിലൂടെ പാലും ജ്യൂസും പഴച്ചാറും പകർന്നു കൊടുക്കുന്നു. എപ്പോഴെല്ലാം കുളിപ്പിച്ച് തുടപ്പിച്ച് കിടത്തുവോ ഇവൻ്റെ കണ്ണ് ചുമക്കുന്നു, മൂക്ക് ചാമങ്ങാമല ചുമക്കുന്നു, ചൊടി കടിച്ചു പിടിക്കുന്നു. ഭാര്യയ്ക്ക് മനസ്സിലായി, ഞാൻ മരിച്ചാൽ ഒന്നുകിൽ ഹൃദയം പൊട്ടി മരിക്കും, അല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും. ഒരു ദിവസം കുളിപ്പിച്ച് തുടപ്പിച്ച് കിടത്തുമ്പോൾ ഇവള് പറഞ്ഞു, ചേട്ടാ, ഞാൻ കാര്യം പറഞ്ഞാൽ മനപ്രയാസം തോന്നരുത്. എന്നാടി? ഞാൻ മരിച്ച് കൃത്യം 1-ാം ചരമവാർഷികം കഴിഞ്ഞു 7 കൂടെ കഴിയുന്നതെന്ന് ചേട്ടൻ പോയി ഇഷ്ടമുള്ള പെണ്ണിനെ കെട്ടിക്കോണം, സ്വർഗത്തിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാം. അവൻ പറഞ്ഞടി, കമ്പി പാര കൊണ്ട് നെഞ്ചത്ത് കുത്തുന്ന പുളിച്ച വർത്തമാനം നീ എൻ്റെ മുഖത്ത് നോക്കി പറയരുത്. അവളൊരു, ചേട്ടാ, കെട്ടിയാൽ മാത്രം പോരാ, ഈ നെക്ലസ് അവളുടെ കഴുത്തിൽ തന്നെ വെക്കണം, മൂക്കുത്തി മൂക്കിൽ തുറച്ച് കയറ്റണം, കമ്മൽ കാതിൽ കിഴിച്ച് കയറ്റണം, പാദസരം ഉപ്പൂറ്റിയെ തന്നെ പൂട്ടിയിടണം. ഓരോന്നും പറയുമ്പോൾ ഇവൻ സ്റ്റെപ്പായിട്ട് പൊട്ടിക്കരുതിയ. നിന്റെ മുഖമല്ലാതൊരു മുഖം ധ്യാനിക്കാൻ പറ്റുമോ? നിന്റെ സ്വരമല്ലാതൊരു സ്വരം ചിന്തിക്കാൻ പറ്റുമോ? നിന്റെ ജഡം അല്ലാതെ ജഡം പുണരാൻ പറ്റുമോ? അവസാനം അവൾ പറഞ്ഞ, ചേട്ടാ, ഇത് മാത്രം പോരാ, എൻ്റെ ഇടതുകൈ കിടക്കുന്ന ഈ വള ചേട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ ഇടതുകൈയിലിടണം, എനിക്കിത് കാണണം. പെട്ടെന്ന് അവൻ അറിയാതെ പറഞ്ഞു, വേടി, അത് അവൾക്ക് ചേരുമെന്ന് തോന്നുന്നില്ല, നമുക്ക് നിന്നേക്കാൾ അല്പം വണ്ണം കൂടുതലാടി. അപ്പം ലോകത്തിൽ നമ്മൾ കാണുന്ന എല്ലാ സ്നേഹത്തിലുമുണ്ട് ഒരു കൊളുത്തിപ്പിടുത്തം. മാറ്റമില്ലാത്ത മായമില്ലാത്ത സ്നേഹം ദൈവത്തിന്റെ സ്നേഹം മാത്രമാണ്. അപ്പം വിവാഹത്തിൽ, കുടുംബജീവിതത്തിൽ, ഏത് ജീവിതത്തിലും ഈ സ്നേഹത്തിന്റെ ഗ്രേഡ് ഒന്ന് കുറയുമ്പം വീണ്ടും ഗ്രേഡ് കൂടണോ? കർത്താവായ യേശുവിനെ ക്ഷണിക്കുക. കാനായിലെ കല്യാണ വീട്ടിൽ എന്നതുപോലെ ബൈബിൾ വായനയിലൂടെ, ഞായറാഴ്ച കുർബാനയിലൂടെ, സന്ധ്യാപ്രാർത്ഥനയിലൂടെ, കൗദാശിക ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ ക്ഷണിക്കുക. അവിടെ വീര്യം. 1, ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളവൻ യേശു. 2, യേശുവിൻ്റെ 2ാമത്തെ അധികാരം ബൈബിളിൽ നമ്മൾ കാണുന്നത് ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഹിസ് പവർ ഓവർ ഡിസ്റ്റൻസ്. ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ശതാധിപൻ വഴിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ വീട്ടിൽ കിടന്ന പുത്രൻ സുഖപ്പെട്ടു. ശതാധിപൻ പ്രാർത്ഥിച്ചത് വഴിയിൽ വെച്ച്, വീട്ടിൽ കിടന്ന പുത്രൻ സുഖപ്പെട്ടു. ഹ്യൂസ്റ്റണിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ദൂരെ കോഴഞ്ചേരിയിൽ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കും. ഈ ഉറപ്പ് നമുക്ക് വേണം. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ദൂരെ തിരുവനന്തപുരത്തോ റാന്നിയിലോ ചെങ്ങന്നൂരോ പത്തനംതിട്ടയിലോ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കും. ശതാധിപൻ വഴിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ വീട്ടിൽ കിടന്ന പുത്രൻ സുഖപ്പെട്ടു. അപ്പം നമുക്ക് ഇസ് പവർ ഓവർ ഡിസ്റ്റൻസ്. ഇപ്പം നമ്മുടെയൊക്കെ പ്രാർത്ഥനയെക്കുറിച്ച് കൂടി ഓർക്കുക. എൻ്റെ ഭർത്താവ് ഒരു യാത്രയിലായിരിക്കുമ്പോൾ ഭാര്യ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ യാത്രയിലായിരിക്കുന്ന ഭർത്താവിന് ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും ലഭിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയോ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഒരമ്മ അപ്പൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൂരെയുള്ള കുഞ്ഞുങ്ങളുടെ മേൽ അനുഗ്രഹം വരുന്നു. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. പ്രാർത്ഥനാ ജീവിതത്തിൽ ആ ഒരു വലിയ ഉറപ്പും ബോധ്യവും നമ്മൾ സൂക്ഷിക്കണം.
നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നത് പോലെയാണ്. എങ്ങനെയാ മഴ പെയ്യുക? വെള്ളം നീരാവിയായിട്ട് വീഴുന്നു, മഴമേഘമായിട്ട് വെട്ടിക്കിടക്കുന്നു, മഴത്തുള്ളിയായിട്ട് പെയ്തിറങ്ങുന്നു. അതുപോലെ ഹ്യൂസ്റ്റണിൽ ഇവിടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നീരാവി പോലെ ഉയരും. ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനയുടെ മേഘമായിട്ട് കെട്ടിക്കിടക്കും. ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ അനുഗ്രഹത്തിന്റെ മഴത്തുള്ളിയായി പെയ്തിറങ്ങും. അനാവശ്യമായി നമ്മളെ ആരെയും വേദനിപ്പിച്ചാൽ പ്രതികാരത്തിനൊന്നും പോകരുത്. തമ്പുരാനെന്ന് ഉള്ളുനീറി പ്രാർത്ഥിച്ചാൽ മതി. വേദനിപ്പിച്ച വ്യക്തിയുടെ മേൽ അതൊരു ഇടുത്തി പോലെ തിരിച്ചു വരും. മഴ പെയ്യുന്നത് പോലെയാണ് നമ്മുടെ പ്രാർത്ഥന. അനാവശ്യമായിട്ട് വേദനിപ്പിക്കുന്നവരോട് വാശി തീർക്കരുത്. വിട്ട് തമ്പുരാന് കൊടുക്കുക. ആ വ്യക്തിക്ക് ദൈവം കാണിച്ചു കൊടുക്കും അടയാളങ്ങൾ. അപ്പൊ ദൂരത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. അപ്പൊ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനാ കൾച്ചർ, ഒരു പ്രാർത്ഥനാ സംസ്കാരം നമ്മൾ സൂക്ഷിക്കുക. ആ പ്രാർത്ഥന എൻ്റെ ജീവിത പങ്കാളിയുടെ മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അനുഗ്രഹമായി കടന്നു വരും. അപ്പോൾ 1, ഗുണമേന്മകളുടെ മേൽ സ്വാധീനം. 2, ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. 3, ഹിസ് പവർ ഓവർ ടൈം, സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെ. 38 വർഷങ്ങളായി ബെത്സയിദാ കുളത്തിന്റെ തീരത്ത് ഒരു മനുഷ്യൻ തളർന്നു കിടന്നു. ദൈവത്തിന്റെ മാലാഖ വന്നു ഉറവക്കണ്ണി ഇളകിയപ്പോൾ ആരെല്ലാം കുളിച്ചവർക്ക് സൗഖ്യം. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ക്രിസ്തു വന്ന് അവനെ സൗഖ്യപ്പെടുത്തി. സമയത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. പലപ്പോഴും നമ്മുടെ അസ്വസ്ഥത എന്താ? ഞാൻ ഓർത്ത സമയത്ത് എൻ്റെ ഭർത്താവ് ഓർത്തതുപോലെ പ്രവർത്തിച്ചില്ല. ഞാൻ ആഗ്രഹിച്ച സമയത്ത് എൻ്റെ ഭാര്യ ആഗ്രഹിച്ചതുപോലെ പ്രവർത്തിച്ചില്ല. ഞാൻ ആഗ്രഹിച്ച സമയത്ത് ഒരു കുഞ്ഞ് ജനിച്ചില്ല. ഞാൻ ആഗ്രഹിച്ച സമയത്ത് മക്കളുടെ പെരുമാറ്റം ഒത്തതുപോലെ നടന്നില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെ ഓർക്കുക, ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. വേദപുസ്തകത്തിൽ അബ്രാഹാം കല്യാണം കഴിച്ചപ്പം വയസ്സ് 18. ഉടനടി കൊച്ചുണ്ടാകണമെന്ന് ആഗ്രഹിച്ചതാ. പക്ഷേ കൊച്ചുണ്ടാകുമെന്ന് വാഗ്ദാനം ലഭിച്ചപ്പം വയസ്സ് 75. 57 വർഷം കാത്തിരുന്ന് കഴിഞ്ഞാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. കൊച്ചുണ്ടായതോ വാഗ്ദാനത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷം നടത്തുന്ന 100-ാം വയസ്സിൽ. നീണ്ടകാലം കാത്തിരുന്നു. നമ്മളൊക്കെ കാത്തിരിക്കുന്നവരാ. എയർപോർട്ടിൽ പ്ലെയിൻ കാത്തിരിക്കുന്നവർ, ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുന്നവര്, ഒരു ടെലിഫോൺ കാത്തിരിക്കുന്നവര്, ആശുപത്രിയിൽ നിന്ന് ഡോക്ടറുടെ വരവ് കാത്തിരിക്കുന്നവര്, ഒരു ചെക്കപ്പിന്റെ റിസൾട്ട് കാത്തിരിക്കുന്നവര്, നമ്മളൊക്കെ കാത്തിരിക്കുന്നവരാ. അപ്പം അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് പറയുക, തമ്പുരാന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. നമ്മൾ ഓർത്ത സമയത്തല്ല ദൈവം പ്രവർത്തിക്കുക. ചിലപ്പം എൻ്റെ ഭർത്താവിൻ്റെ പെരുമാറ്റം ഭാര്യ ഓർത്തു. എത്ര പ്രാർത്ഥിച്ചിട്ടും ഭർത്താവിൻ്റെ പെരുമാറ്റത്തിൽ ഒരു വ്യതിയാനം വരുന്നില്ല. ഭാര്യയുടെ പെരുമാറ്റത്തിൽ ഒരു ചേഞ്ച് വരുന്നില്ല. കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റം വരുന്നില്ല. നമ്മൾ നിരാശപ്പെടും. കാരണം നമ്മൾ ഓർത്ത സമയത്ത് കാര്യം നടക്കാത്തത് കൊണ്ടാണ് നമുക്ക് നിരാശ. പക്ഷേ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കുടുംബ ജീവിതങ്ങളിൽ പലപ്പോഴും നമ്മുടെ സമൂഹ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും പലതും നമ്മൾ ഓർക്കുന്ന സമയത്ത് നടന്നില്ലെന്നും പറഞ്ഞ് നിരാശപ്പെടരുത്. ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്, ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുമ്പം നമുക്ക് നിരാശയില്ല, അസ്വസ്ഥതയില്ല. അപ്പോൾ നമുക്ക് തമ്പുരാൻ്റെ ഒരു മനസ്സിൽ ആ മനസ്സ് നമ്മൾ വായിക്കുന്നു, നമ്മൾ പഠിക്കുന്നു. സമയത്തിനായിട്ട് നമ്മൾ തമ്പുരാന്റെ എൻ്റെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഇപ്പോൾ 1, ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളവൻ. 2, ദൂരത്തിൻ്റെ മേൽ. 3, സമയത്തിൻ്റെ മേൽ. 4, ഹിസ് പവർ ഓവർ നമ്പർ, എണ്ണത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഹിസ് പവർ ഓവർ നമ്പർ, എണ്ണത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. എന്താണ് എണ്ണം? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ പ്രസംഗം കേട്ട് ഒരു ജനത പരിസരം മറന്നിരുന്നു. അപ്പോൾ അവർക്ക് വിശക്കുന്നുവെന്ന് യേശുവിന് തോന്നി. ഉടനെ യേശു ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്നാ ഉണ്ട്? യേശുവിൻ്റെ കണ്ണ് നമ്മുടെ കയ്യിലുള്ള അപ്പത്തിലാണ്. അപ്പം അവിടെ അന്ത്രയോസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു.
ആ ശിഷ്യൻ പറഞ്ഞു, ഇവിടെ ഒരു ബാലനുണ്ട്, അവൻ്റെ 5 ഉണക്കയപ്പവും 2 മത്തി വറുത്തതും ഉണ്ട്, ആകപ്പാട് ഇഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്ന് കൊടുത്തു, അത് വിളമ്പി, അത്ഭുതം നടന്നു. കൊണ്ടുവന്ന് കൊടുത്തു, അത് വിളമ്പി, അത്ഭുതം നടന്നു. ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? 5 അപ്പം. ഈ 5 അപ്പം വെറുതെ ചിന്തിച്ചാൽ മതി. തമ്പുരാനെ കൊടുക്കാതെ അത് വീതം വെച്ചിരുന്നെങ്കിൽ അവിടെ കൂട്ടയടി നടന്നേന്. അപ്പത്തിൻ്റെ പൊടിയോ മീനിൻ്റെ മുള്ളോ ആർക്കും തികയേല. ദൈവത്തിൻ്റെയും കൊടുക്കാത്തവരെവിടെ ചെന്നാലും തുതി കൊടുക്കാൻ പറ്റുകയില്ല. ഞാൻ കത്തോലിക്ക പള്ളിയിൽ ഇങ്ങനെ ധ്യാനിപ്പിക്കാൻ വേണ്ടി ഈ പിടിക്കുന്നൊന്നും നിങ്ങളാരും യൂട്യൂബേ കൊടുത്തേക്കരുത്, അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നെ പിടിക്കും. അതുകൊണ്ട് അപ്പം ഒരു കത്തോലിക്ക പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പം വികാരിയച്ചൻ പറഞ്ഞു, ഈ ഇടവകയിൽ ഞാൻ വന്നിട്ട് 5 വർഷമായി. പള്ളിപ്പെരുന്നാൾ നടത്താൻ വേണ്ടി പൊതുയോഗം കൂടുമ്പം എന്നും കൂട്ടയടി, ഒരൈക്യവുമില്ല തീരുമാനത്തിൽ. ഇതെൻ്റെ 5ാം വർഷമാണ്. ഈ വർഷമാണ് ആദ്യമായിട്ട് ഇടവകയുടെ തിരുനാൾ കമ്മിറ്റിയിൽ ഏകകണ്ഠമായി തീരുമാനമെടുത്തത്. ഞാനോടത്ത് അച്ഛൻ ജനത്തെ നേടിയല്ലോ. ഞാൻ പറഞ്ഞു, കൊള്ളായച്ച, ജനത്തെ നേടി. 5 ദിവസത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ അറിയുക, ആ വർഷത്തെ തിരുനാൾ കമ്മിറ്റിക്ക് ആരും വന്നില്ല, അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഏകകണ്ഠമായ തീരുമാനം, അച്ഛൻ മാത്രമേ ഉള്ളൂ. ഇപ്പം തമ്പുരാനെ കൊടുക്കാത്ത അച്ഛൻ എവിടെ ചെന്നാലും പള്ളിയിൽ കൂട്ടയടി നടക്കും. ദൈവത്തിനെ കൊടുക്കാത്ത ഭർത്താവ് ഭാര്യയ്ക്കും മക്കൾക്കും അസ്വസ്ഥത സൃഷ്ടിക്കും. ദൈവകരങ്ങളിൽ കൊടുക്കാത്ത ഭാര്യ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും അസ്വസ്ഥത കൊടുക്കും. തമ്പുരാനെ കൊടുത്തോ ഒരു തൃപ്തിയുണ്ട്, കൊടുത്തില്ലേ തൃപ്തിയില്ല, അസ്വസ്ഥത. ഇവിടെ യേശു 5 അപ്പത്തിൻ്റെ മേൽ 5 പ്രവൃത്തികൾ ചെയ്തു എന്നാണ് സുവിശേഷം പഠിപ്പിക്കുക. ക്രിസ്തു 5 അപ്പത്തിൻ്റെ മേൽ 5 പ്രവൃത്തികൾ ചെയ്തു. 1 എടുത്തു, 2 ഉയർത്തി, 3 വാഴ്ത്തി, 4 മുറിച്ചു, 5 കൊടുത്തു. ഇതാണ് സുവിശേഷം അക്കമിട്ട് പഠിപ്പിക്കുക. 5 അപ്പത്തിൻ്റെ മേൽ യേശു 5 പ്രവൃത്തികൾ ചെയ്തു. അവൻ എടുത്തു, അവൻ ഉയർത്തി, അവൻ വാഴ്ത്തി, അവൻ മുറിച്ചു, അവൻ കൊടുത്തു. നമ്മളോടൊക്കെ പറയുന്നു, ഈ 5 പ്രോസസ്സിലൂടെ കുടുംബജീവിതത്തിൽ നമ്മൾ കടന്നു പോകണം, വ്യക്തി ജീവിതത്തിൽ നമ്മൾ കടന്നു പോകണം. യേശു നമ്മൾ എടുക്കുന്നത് വേദപുസ്തക വായന, സന്ധ്യാപ്രാർത്ഥന ഇത് നടത്തുമ്പോൾ യേശു നമ്മളെ എടുത്ത് ഉയർത്തുന്നു. വിശുദ്ധ കൂദാശകളിലൂടെ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവൻ നമ്മളെ വാഴ്ത്തി മുറിക്കുന്നു. പിന്നീട് നമുക്ക് കിട്ടുന്ന കൃപയാണ് കൊടുക്കാനുള്ള കൃപ. ഭർത്താവിന് വേണ്ടി കൊടുത്ത ഭാര്യ, ഭാര്യയ്ക്ക് വേണ്ടി കൊടുത്ത ഭർത്താവ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുത്ത മാതാപിതാക്കൾ, ഈ ഒരു വലിയ അനുഭവത്തിലേക്ക്, ഒരു വലിയ കൃപയിലേക്ക് ദൈവം നമ്മളെ നയിക്കുന്നു. കൊടുക്കുവാനുള്ള ഒരു വലിയ കൃപ. നടുക്കത്തെ വാക്ക് ശ്രദ്ധിക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വാഴ്ത്തി കൊടുക്കണം. വാഴ്ത്തി വിവാഹത്തിൻ്റെ അന്ന് പുരോഹിതനാൽ ആശീർവദിക്കപ്പെട്ട് നമ്മൾ പോകുന്നു സഭയിൽ. അന്ന് ലഭിക്കുന്ന കൃപ നമ്മളെ തന്നെ വാഴ്ത്തി കൊടുക്കാനുള്ള ഒരു വലിയ കൃപയാണ് നമുക്ക് ലഭിക്കുക. വാഴ്ത്തിയും കൊടുക്കാം, വാഴ്ത്താതെയും കൊടുക്കാം. 2 കൂട്ടം ജീവിതമുണ്ട്, വാഴ്ത്തി കൊടുത്ത ജീവിതവും വാഴ്ത്താതെ കൊടുത്ത ജീവിതവും. ഈ വാഴ്ത്താതെ കൊടുത്തവർക്ക് രോഗം വന്നാൽ വല്ലാതെ നിരാശ, മുടി നരച്ചാൽ വിലാപകാവ്യം, പല്ല് പറഞ്ഞാൽ ദുഃഖത്തിൻ്റെ പാട്ട്, ഷെയ്പ്പ് മാറുമ്പോൾ ബുദ്ധിമുട്ട്. വാഴ്ത്താതെ കൊടുത്തവർക്ക് പല്ല് പറഞ്ഞാലും ഫിഗറി പോയാലും വയറ് ചാടിയാലും ഒക്കെ ഒരു വലിയ ബുദ്ധിമുട്ട്. വാഴ്ത്തി കൊടുത്തവർക്ക് പല്ല് പറഞ്ഞാലെന്താ, മോണെ ഒട്ടിയാലെന്താ, വയറ് ചാടിയാലെന്താ, ദേഹം കറുത്താലെന്താ, മുടി നരച്ചാലെന്താ. വാഴ്ത്തി കൊടുത്തവർക്ക് ഒരു പ്രശ്നവുമില്ല. വാഴ്ത്താതെ കൊടുക്കുന്നവർക്കാണ് എവിടെയും പ്രശ്നം. ഞാൻ ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് കളി TV കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ 6 ബോളും 11 റൺസും വേണം. ഇപ്പം അവർക്ക് 6 എയർ, ഇന്ത്യക്ക് 11 റൺസ്. ഞാനിങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു ടെലിഫോൺ നോക്കുന്ന കുട്ടി വന്ന് പറയുക, അച്ഛനെ കാണാൻ വേണ്ടി 2 ചേട്ടത്തിമാർ വന്നിട്ടുണ്ട്, എന്തോ അത്യാവശ്യം പറയാനാ. ഞാൻ ഓർക്കും മുടിഞ്ഞ ചേട്ടത്തിയുടെ ഒടുക്കത്തെ വരും. 6 ഏർ കൂടെ കഴിഞ്ഞിട്ട് ഈ തള്ളമാർക്ക് എഴുന്നള്ളിയാ പോരെ. ഞാൻ മുറുമുറുത്തോണ്ട് പോയി കണ്ടിട്ട് യാതൊരു കാര്യവുമില്ല. ഇതാണ് വാഴ്ത്താതെ കൊടുക്കുക, വാഴ്ത്താതെ കൊടുക്കുക, വാഴ്ത്താതെ കൊടുക്കുക. നാട്ടിൽ കാണാൻ ചില അമ്മച്ചിമാര് വിരുന്നുകാർ വരുമ്പോഴത്തേക്ക് അരിശോ മുടിഞ്ഞ ഇവരുടെ വരവ് കണ്ടില്ലെന്ന് പറഞ്ഞു മുറുമുറുത്തോണ്ട് കോഴി ബാബാ എന്ന് വിളിച്ചോണ്ട് വരും. അതിനെ കൊല്ലാൻ വേണ്ടി ഒരുക്കുക, പക്ഷെ മുറുമുറുത്തോണ്ടാണ് കോഴിയെ കൊല്ലാനായിട്ട് പോവുക. വാഴ്ത്തി കൊടുക്കാം, വാഴ്ത്താതെ കൊടുക്കാം.
എൻ്റെ കൂടെ ഒരു സ്നേഹിതൻ ധ്യാനത്തിനൊക്കെ വരുന്നയാൾ, രോഗശാന്തി വരവുള്ള ആളാണ്. അപ്പം അടുത്ത കാലത്ത് അദ്ദേഹം പറഞ്ഞ അച്ഛ, എനിക്ക് രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ വല്ലാത്ത മടി. ഞാൻ ചെയ്തെന്താ? എൻ്റെ അച്ഛ, തലവേദന ഉള്ളവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പം തല പൊട്ടുന്ന പോലെ എനിക്ക് വല്ലാതെ നൊമ്പരം. അവരുടെ തലവേദന പോകും, എനിക്ക് തലവേദന ചാടി പിടിക്കും. വയറ്റുവേദന ഉള്ളവർക്ക് പ്രാർത്ഥിച്ചാൽ വയറ്റിൽ കൊളുത്തി പിടിക്കുന്ന പോലെ വല്ലാത്ത വയറ്റുവേദന. തുമ്മുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തുമ്മൽ കാരണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അലർജി രോഗമുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് കയ്യിൽ ഗ്ലൗസ് ഇട്ടുകൊണ്ടാണ് തലയെ കൈവച്ച് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞ പൊന്നു മോനെ, അങ്ങനെയാണെങ്കിൽ ഇനി മേലിൽ നീ ഗർഭിണികളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അപ്പം ചാടി പിടിക്കുമോ എന്ന് പേടിക്കുന്ന ലോകത്തിന് നടുവില നമ്മളിന്ന് ജീവിക്കുക. അവിടെയാണ് പറയുക, വാഴ്ത്തി കൊടുക്കുക. നമ്മുടെ കൊടുക്കലുകൾ വാഴ്ത്തി കൊടുക്കലാകണം. ദൈവം ഏറ്റെടുക്കുന്നു, ആ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് ജീവിതത്തിൽ ഒരു സന്തോഷം. വയസ്സെത്രയായാലും കാലം എത്രയായാലും നീറാനും നിരാശപ്പെടാനും ഇല്ല. ദൈവനാമത്തിൽ വാഴ്ത്തിക്കൊടുത്ത ജീവിതങ്ങൾക്ക് എന്താ പ്രശ്നം? കുടുംബജീവിതത്തിൽ വാഴ്ത്തിക്കൊടുത്ത ഭർത്താവിന് ഭാര്യയിൽ നിന്നും ഒളിക്കാൻ വല്ലതും ഉണ്ടോ? വാഴ്ത്തിക്കൊടുത്ത ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ഒളിക്കാൻ വല്ലതും ഉണ്ടോ? അതിൻ്റെ ജീവിതം എന്നൊക്കെ പറയുക. ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. ഈ വാഴ്ത്താതെ കൊടുത്ത ജീവിതത്തിലല്ലേ സ്വാതന്ത്ര്യമില്ല. ഒളിക്കല്, മറയ്ക്കല്, ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യയ്ക്ക് പേടി, ഭാര്യയെ കാണുമ്പോൾ ഭർത്താവിന് അസ്വസ്ഥത, ഇതൊക്കെ വരുന്നത് ഈ വാഴ്ത്താത്ത ജീവിതങ്ങളിലാണ്. എന്തൊക്കെ ഒളിക്കുന്നു, മറയ്ക്കുന്നു. ഉൽപ്പത്തി 2:25 ഒളിക്കാനും മറയ്ക്കാനും ഇല്ല. അതാണ് പറയുക, പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയിരുന്നില്ല. തുറവിയുടെ ജീവിതമാണ്. കൊടുത്തു കൊടുത്തു പോയവർക്ക് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ലല്ലോ. തുറവിയുടെ ജീവിതം അതാണ്. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു. തുണിയില്ലെന്നല്ല, ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല, ഭാര്യ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല. അതാണല്ലേ പരിപൂർണ തുറവി, സ്വാതന്ത്ര്യം. കൊച്ചുപിള്ളേരുടെ തുറവി അതല്ലേ. ഒളിക്കാനും മറയ്ക്കാനും വല്ലതും ഉണ്ടോ? കുഞ്ഞുങ്ങൾക്കെല്ലാം നേരെ വാ, നേരെ പോ. പരിപൂർണ തുറവിയുടെ ജീവിതം. ഒന്ന് ഞാൻ വീട് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. വീട്ടിൽ ഒരു 3 വയസ്സോളം പ്രായമുള്ള ആൺകുട്ടി നൂൽ ബന്ധമില്ലാതെ അച്ഛൻ്റെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരേഡ് നടത്തുന്നു. തള്ള വൃച്ചയിറക്കാം, നിനക്ക് നാണമില്ലേ? ഒരച്ഛൻ വന്ന കണ്ടില്ലേ? അകത്ത് പോയി എന്നതിൽ ഇട്ടുകൊണ്ട് പാടാം. അവൻ പോയി ആഘോഷമായിട്ട് കാലരടി ചെരുപ്പ് ഇട്ടുകൊണ്ട് ഇത് മതി. ഒളിക്കാനില്ല, മറയ്ക്കാനില്ല. ഈ ഒളിക്കലും മറയ്ക്കലും നടക്കുമ്പോഴാണ് ജീവിതത്തിന്റെ വാഴ്ത്തിക്കൊടുക്കലുകൾക്ക് അന്ത്യമാവുക. ഇപ്പൊ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് എന്താ ഒളിക്കാനും മറയ്ക്കാനും ഉള്ളത്? നേരെ വാ, നേരെ പോകും. ഒരു സ്ത്രീ ഭർത്താവിൻ്റെ അടുക്കൽ ചെന്നു എന്ന് ചോദിച്ചു, കണ്ണീച്ചവരില്ലാത്ത മനുഷ്യ, തന്നെ ഇത്രയും സ്നേഹിച്ചിട്ടും താൻ ഇത് കൂട്ട് ക്രൂരത എന്നോട് കാണിച്ചു. ഞാനാണ് ഇതിനോട് കാണിച്ചെന്ന് ചോദിച്ചു. എന്നാ കാണിച്ചതെന്ന്? തൻ്റെ ഷർട്ട് അലക്കാൻ വേണ്ടി ഞാൻ എടുത്തപ്പം ഷർട്ടിൻ്റെ പോക്കറ്റിൽ കിടക്കുന്നു ഒരു പെണ്ണിൻ്റെ പേര് ഹെലൻ. ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടും താൻ എന്നെ ഒളിച്ചുകൊണ്ട് പ്രേമിക്കാൻ പോയല്ലോ. അവൻ പറയടി പൊട്ടി, ഞാൻ നിന്നെ പറ്റിക്കൂ. ഞാൻ ടൗണിൽ ചെന്നപ്പം കുറേ കുതിരകളുടെ പന്തയ ഓട്ടം. ഒരു കുതിരയുടെ പേരാണ് ഹെലൻ. അതിൻ്റെ പേരിൽ ഞാൻ പന്തയം വെച്ചിട്ടുണ്ട് 10,000 രൂപ. മറക്കാതിരിക്കാൻ വേണ്ടി പേരെഴുതി പോക്കറ്റിലിട്ടതാണ്. അവൾ പറയോ, ചേട്ടാ ക്ഷമിക്കണം, ഞാൻ തെറ്റിദ്ധരിച്ചു. പിറ്റേ ദിവസം രാവിലെ 5:30 കട്ടൻ കാപ്പി കൊടുത്തിട്ട് കരണക്കുറ്റി നോക്കിയുള്ള ഒറ്റ അടി. അവൻ ചെത്തിയടി കാണിക്കുന്നു ചോദിച്ചു. തൻ്റെ പന്തയ കുതിര വെളുപ്പിനെ 4:45 ഫോൺ പിടിച്ചായിരുന്നു. അപ്പൊ ഈ ഒളിക്കലും മറിക്കലുമുള്ള ജീവിതത്തിൽ അവിടെയാണ് പറയുക, ഇത് വാഴ്ത്തി കൊടുക്കുക. ഒളിക്കുന്ന മറിക്കുന്ന ജീവിതമല്ല. അപ്പൊ എവിടെയാണ് ഈ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുക? അപ്പം വാഴ്ത്തി കൊടുത്തവർക്ക് ഭാര്യയെ ഒളിക്കാനൊന്നുമില്ല, ഭർത്താവിനെ ഒളിക്കാനൊന്നുമില്ല. ജീവിതത്തിൽ ഇതൊരു ജീവിത ശൈലി എന്നൊക്കെ പറയുക. നമുക്കറിയാം, ചിലപ്പോൾ കുടുംബങ്ങളിലൊക്കെ എന്തോ ഒരു സംശയമാണ്. ചില ആണുങ്ങൾക്ക് ഭാര്യയെ സംശയം, ചില പെണ്ണുങ്ങൾക്ക് കെട്ടിയവനെ സംശയം. ഈ സംശയമൊക്കെ വരുന്നത് ഈ ഒളിച്ചും മറിച്ചും പോകുന്നതുകൊണ്ടല്ലേ. മഹിളാ സമാജത്തിൻ്റെ മീറ്റിങ്ങിന് പോയിട്ട് വന്ന അമ്മയോട് 4 വയസ്സുള്ള മോൻ പറഞ്ഞു, എൻ്റെ അമ്മ എന്നാടാന്ന് ചോദിച്ചു. അപ്പം ഭയങ്കര സാധനമായിട്ട് എന്നാടാ? അമ്മ മഹിളാ സമാജത്തിൻ്റെ മീറ്റിങ്ങിന് പോയപ്പോൾ അപ്പനുണ്ടല്ലോ, അടുക്കളക്കാരി അമ്മണിയില്ലേ, എൻ്റെ അമ്മേ. അമ്മ പറഞ്ഞു, ഇപ്പം മിണ്ടണ്ട, രാത്രി കഞ്ഞി കുടിക്കാനിരിക്കുമ്പോൾ അപ്പനിരിക്കുമ്പം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. രാത്രി കഞ്ഞി ഇരിക്കുന്ന സമയത്ത് അമ്മ പയ്യൻ ചൊല്ലി, പറഞ്ഞേടാ അപ്പൻ, അമ്മണി, അടുക്കളക്കാരി, പറ.
അപ്പം മോൻ പറഞ്ഞു എൻ്റെ അമ്മേ അപ്പൻ കാലേ ചവിട്ടി. മിണ്ടല്ലേ മിണ്ടല്ലേ. അവൻ പറഞ്ഞു അപ്പൻ ചവിട്ടുന്നു. ഞാൻ എങ്ങനെയാ അമ്മേ പറയുന്നത് ചോദിച്ചു. അമ്മ പറഞ്ഞു പറയടാ വീണ്ടും ചുള്ളി. അവൻ പറഞ്ഞു അമ്മ ചുള്ളു ഞാനിപ്പം പറയും. കുറച്ച് കഴിഞ്ഞ് കഷ്ടപ്പെട്ട് അമ്മ പറഞ്ഞു പറയടാ. അവൻ പറഞ്ഞു അമ്മ മഹിളാ സമാജത്തിന് മീറ്റിങ്ങിന് പോയപ്പോൾ അപ്പൻ അടുക്കളക്കാരി അമ്മണിയുടെ കൂട്ടത്തിൽ അപ്പൻ ഒന്നുകൂടെ ചൊല്ലി. അവൻ പിന്നെ നിർത്തി പറയടാന്ന്. ഞാനങ്ങ് പറയാൻ പോയി എൻ്റെ അമ്മ മഹിളാ സമാജത്തിന് മീറ്റിങ്ങിന് പോയപ്പം നമ്മുടെ അപ്പനുണ്ടല്ലോ അടുക്കളക്കാരി അമ്മണിയുടെ കൂട്ടത്തിൽ ഇന്നാൾ അപ്പൻ ബാംഗ്ലൂരിൽ കച്ചവടത്തിന് പോയപ്പം അമ്മ കറവക്കാരൻ പാപ്പച്ചൻ്റെ കൂടെ എന്തെല്ലാം കാണിച്ചോ അതുപോലെ അപ്പനും അപ്പൊ ഇന്നത്തെ ലോകം ഇതാണ് നമ്മൾ ജീവിക്കുന്ന ലോകം. അപ്പൊ ഈ ഒളിക്കലും മറയ്ക്കലുമുള്ള ഒരു ലോകത്തിന് നടുവിൽ അവിടെയാണ് പറയുക ആരും ഒളിക്കാനും മറയ്ക്കാനുമില്ല, നേരെ വാ നേരെ പോ. അപ്പം വാഴ്ത്തി കൊടുക്കുന്ന ഒരു ജീവിതശൈലി, ഒളിക്കലും മറയ്ക്കലില്ലാത്ത ജീവിതശൈലി. ഇപ്പൊ ക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു പാഠം, ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല, ഭാര്യ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല, സ്ട്രെയിറ്റ് ഫോർവേഡായ ജീവിതം. ഇതാണ് വാഴ്ത്തി കൊടുക്കുക. ഭർത്താവിന് വേണ്ടി കൊടുത്തു തീർത്ത ശരീരം, ഭാര്യയ്ക്ക് വേണ്ടി കൊടുത്തു തീർത്ത ശരീരം, മക്കൾക്ക് വേണ്ടി വാഴ്ത്തി കൊടുത്ത ശരീരം, അവർക്കെല്ലാം ഒളിക്കാനും മറിക്കാനും ഉള്ളത്. ജീവിതം നേരെ വാ നേരെ പോ. ഇപ്പൊ ക്രിസ്തുവിന്റെ ഒന്നാമത്തെ അധികാരം ഗുണമേന്മയുടെ മേൽ, 2 ദൂരത്തിന്റെ മേൽ, 3 സമയത്തിന്റെ മേൽ, 4 എണ്ണത്തിന്റെ മേൽ, 5 ഹിസ് പവർ ഓവർ നാച്ചുറൽ ലോ. പ്രപഞ്ച നിയമത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. പ്രപഞ്ച നിയമത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് യേശു. ഒരു രാത്രിയിൽ വള്ളത്തിന്റെ അമരത്ത് തലവെച്ച് പത്രോസും കൂട്ടരും കിടന്ന് മയങ്ങുമ്പോൾ പാതിരാത്രിയിൽ വെള്ളത്തിൽ ഓളം വെട്ടുന്ന ഒരു സ്വരം. പത്രോസ് ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഓളങ്ങളിൽ ഒതളങ്ങ ഒഴുകി വരുന്നത് പോലെ, കടലാസ് വള്ളം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ യേശു വെള്ളത്തിന് മുകളിലൂടെ വരുന്നു. യേശുവാണെന്ന് പത്രോസിന് കൂട്ടർക്കും മനസ്സിലായില്ല. പത്രോസ് എന്നാ കണ്ടാലും ഉടനെ വിളിച്ചു പറയുന്നവനാ. അലറിക്കോട് പറഞ്ഞു ഭൂതം വരുന്നേ. യേശു പറഞ്ഞു പത്രോസേ ഇത് ഭൂതമല്ല, നിന്റെ ഭൂതകാലം കാണാപ്പാടം പഠിച്ച നിന്റെ ഗുരുവും കർത്താവുമാണ് ഞാൻ. നിനക്ക് സംശയമുണ്ടോ? നിന്റെ അമ്മായിയമ്മയുടെ 105 ഡിഗ്രി പനി ഒറ്റയൊപ്പന് പൊക്കി മാറ്റിയ നിന്റെ ഗുരുവും കർത്താവുമാണ് ഞാൻ. 5ാം ക്ലാസ്സിൽ വേദപാഠം പഠിക്കുന്ന കുട്ടികളോട് ചോദ്യം ചോദിച്ചു. അബ്രഹാമിന് മക്കളെ പ്രസവിച്ച 2 പെണ്ണുങ്ങളുടെ പേര്. ഒരുത്തൻ പറഞ്ഞു ഹാഗാർ, സാറായി. ഇസഹാക്കിന്റെ അമ്മയായി സാറ. ഇങ്ങനെ ചോദിച്ചു പത്രോസിന്റെ അമ്മായിയമ്മയുടെ പേര്. ഇപ്പം എല്ലാവരും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു കുട്ടി പറഞ്ഞു സാർ ഞാൻ പറയാൻ പറഞ്ഞു സാർ പത്രോസിന്റെ അമ്മായിയമ്മയുടെ പേര് ബൈബിളിൽ ഹീബ്രു ഭാഷയിലാണ് കൊടുത്തിരിക്കുന്നത്, നീ പറയാൻ പറഞ്ഞു. അവൻ പറഞ്ഞു പത്രോസിന്റെ അമ്മായിയമ്മയുടെ പേര് കലശലായി എന്നാണ്. കലശലായി കാരണം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് പത്രോസിന്റെ അമ്മായിയമ്മ കലശലായി പനി പിടിച്ച് കിടക്കുകയാണ്, വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിന്റെ അമ്മായിയമ്മയുടെ പനി ഒറ്റ സ്പർശനത്തിന് തൊട്ടു മാറ്റിയ നിന്റെ ഗുരുവും കർത്താവുമാണ് ഞാൻ. അപ്പൊ ഉടനെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ വെള്ളത്തിന് മുകളിൽ കൂടെ എന്നെ കൂടെ നടത്താവൂ. പോരാൻ പറഞ്ഞു. പത്രോസിനെ നടത്തുന്നു. മർക്കോസിന്റെ സുവിശേഷം 14-ലും യോഹന്നാൻ 6:16 മുതലുള്ള വാക്യങ്ങളിലും കാണാം. വെള്ളത്തിന് മുകളിലൂടെ നടന്ന് പ്രപഞ്ച നിയമത്തിന്റെ മേൽ അധികാരം സ്ഥാപിക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തമ്പുരാൻ പഠിപ്പിക്കുകയാണ് പ്രപഞ്ച നിയമത്തിന്റെ മേൽ അധികാരം ഉള്ളവനാണ് യേശു. പ്രപഞ്ച നിയമത്തിന്റെ മേൽ എന്ന് പറഞ്ഞാല് നമ്മൾ ചില കാര്യം ഇനി സാധിക്കുകയില്ല എന്ന് കരുതുമ്പം നിരാശപ്പെടരുത്. ദൈവത്തിന് സാധിക്കും, ഈ ഉറപ്പ് വേണം. ഒരുപക്ഷെ എൻ്റെ കുടുംബജീവിതം ഒരുപാട് നാൾ ജീവിച്ചിട്ടും ഓർത്തതുപോലെ പല കാര്യവും സംഭവിച്ചിട്ടില്ല എന്ന് കരുതി നീറുമ്പം ദൈവം പറയുന്നു ഇനിയും സാധ്യതയുണ്ട്. നമ്മൾ നിരാശപ്പെടരുത്, നീറരുത്. ഇനിയും സാധ്യത ദൈവം നമുക്കായിട്ട് തരുന്നു എന്ന ഉറപ്പ്. ഈ സാധ്യത പഠിപ്പിക്കാൻ വേണ്ടിയാ പഴയ നിയമത്തിൽ ദൈവം പറയുന്ന വാക്കില്ലേ, മോശ ചോദിച്ചു നിന്റെ പേരെന്താ? അപ്പോൾ ദൈവം പറഞ്ഞു മോശേ ഇത് ഞാനാകുന്നു. നമ്മളപ്പോൾ മോശ പറയുകയോ മനസ്സിലാകുന്നില്ല. ഇത് ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഏറ്റവും പരിചയമുള്ള പേര് ദൈവത്തിന്റെ പേരാണ്. ഇത് ഞാനാകുന്നു എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. മനുഷ്യന് ഏറ്റവും പരിചയമുള്ള വാക്ക് ദൈവത്തിന്റെ പേരാണ്. മനുഷ്യന് ഏറ്റവും പരിചയമുള്ള പേര് ഇത് ഞാനാകുന്നു. ആരോടാ നമ്മൾ പറയുന്നത് ഞാനാകുന്നു? രാത്രി 9 മണിക്ക് ടൗണിൽ പോയിട്ട് വരുന്ന ഭർത്താവ് മുറിയുടെ വാതിൽ വന്ന് ഗോളിയുമ്പൽ അടിക്കുന്നു. ഭാര്യ ചോദിക്കുന്നു ഇതാരാ?
കിട്ടിയവൻ പറയും, എടി സംശയിക്കണം, നിന്റെ ഭർത്താവായ മിസ്റ്റർ മൈലപ്പറമ്പിൽ മത്തായിയാണ് ഞാൻ. പറയേണ്ട കാര്യമില്ല, ഒരു വാക്ക് പറയാം, എടി ഇത് ഞാനാന്ന് പറഞ്ഞാൽ ഏറ്റവും പരിചയമുള്ള പേര്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടി വന്ന് മണിയടിക്കുന്നു, അമ്മ ചോദിക്കുന്ന ആരാ? പറഞ്ഞു, എൻ്റെ അമ്മ 1ാം ക്ലാസ് B പഠിക്കുന്ന അമ്മയുടെ 3ാമത്തെ മോൻ ടോം സക്കറിയായാണ്. പറയേണ്ട കാര്യമില്ല, അമ്മ ഇത് ഞാനാ. അപ്പൊ ദൈവം പറയുകയാണ്, മനുഷ്യന് ഏറ്റവും പരിചയമുള്ള പേര് ദൈവത്തിന്റെ പേരാണ്, ഏറ്റവും പരിചയമുള്ള പേര്. അതുകൊണ്ടാണ് പിന്നീട് പറയുക, മോശേ, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. എന്താ വാക്കിന്റെ അർത്ഥം? വെറുതെ പറഞ്ഞു പോകുന്നതല്ലല്ലോ. എൻ്റെ ജീവിതത്തിന്റെ മേൽ സകല നിയന്ത്രണമുള്ളവൻ അബ്രഹാമിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവം. ഉൽപ്പത്തി പുസ്തകം 12:1 മുതൽ 10 വരെ വാക്യങ്ങൾ. അബ്രഹാമേ, നീ എന്നെ അനുസരിച്ചാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവം. ഇസ്ഹാക്കിന്റെ ദൈവം പ്രതീക്ഷ അസ്തമിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവം. അബ്രഹാമിനും ഇസ്ഹാക്കിന്റെ കഴുത്തിനു വരെ ഒരു ശ്വാസത്തിന്റെ ദൂരമേ ഉള്ളൂ. അബ്രഹാം ശ്വാസം അമർത്തിവിട്ടാൽ അബ്രഹാമിന്റെ കത്തി ഇസ്ഹാക്കിന്റെ കഴുത്തിൽ വരും. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചപ്പോൾ ദൈവം പറയുന്നു, ഞാൻ ഇസ്ഹാക്കിന്റെ ദൈവമാണ്. ഒരു നിമിഷം മതി എല്ലാം അസ്തമിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവം. അതാണ് പറയുക, എൻ്റെ ജീവിതത്തിൽ പ്രകൃതി നിയമത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. ക്യാൻസർ രോഗമാണ്, മരുന്ന് പലതും ചെയ്തു. വൈദ്യശാസ്ത്ര പ്രകാരം രോഗിക്ക് കൂടിയാൽ 6 മാസം. അവിടെയാണ് പറയുക, നിരാശപ്പെടരുത്, ഞാൻ ഇസ്ഹാക്കിന്റെ ദൈവമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തം, ഭാവി, കൂട്ടുകെട്ട്, അമ്മ നീറുന്നു, അപ്പൻ ഉരുകുന്നു, ഇനി രക്ഷയില്ല എന്ന് കരുതുന്നു. അവിടെയാണ് പറയുക, ഞാൻ ഇസ്ഹാക്കിന്റെ ദൈവമാണ്. എല്ലാ പ്രതീക്ഷ അസ്തമിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവം. അതിൻ്റെ യേശയ്യ 59:1 മുതലുള്ള വാക്യങ്ങൾ. രക്ഷിക്കുവാനാകാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്റെ മുടി നനയ്ക്കുമ്പോഴും നിന്നെ വഹിക്കുന്ന കർത്താവാണ് ഞാൻ. പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. പ്രപഞ്ച നിയമത്തിൻ്റെ മേലെ ഞാൻ യാക്കോബിന്റെ ദൈവമാണ്. യാക്കോബ് എന്ന് പറഞ്ഞാൽ ഒരു പച്ച മനുഷ്യന്റെ എല്ലാ വേലകളും എല്ലാ കുസൃത്തരങ്ങളും കാണിച്ച മനുഷ്യൻ. ബൈബിളിൽ നമുക്കറിയാം, യാക്കോബിന്റെ സ്വഭാവം അത്ര നല്ലതായിട്ടല്ല കാണുക. അപ്പന് എന്തെല്ലാം കളിപ്പിച്ചത്. ചേട്ടനാന്നും പറഞ്ഞ് അപ്പന്റെ ആശീർവാദം മേടിച്ചെടുത്ത അനിയൻ. നമുക്കറിയാം, ബൈബിൾ നമ്മൾ വായിക്കുമ്പം ഈ കുടുംബത്തിലെ ഓരോ രീതി. അപ്പന് സാധാരണ സൈക്കോളജി പ്രകാരം അപ്പന് മൂത്തതിനോടാണ് സ്നേഹം, അമ്മയ്ക്ക് ഇളയതിനോടാണ് ഇഷ്ടം. കാരണം അപ്പൻ ആണാണെന്ന് തെളിയിച്ച 1ാമത്തെ അടയാളമാണ് മൂത്തത്. കടലാട്ടി അവസാനം ഇറങ്ങിപ്പോകുന്ന കക്ഷിയാണ് ഇളയത്. അതുകൊണ്ട് അമ്മയ്ക്ക് ഇളയതിനോട് ഇഷ്ടം, അപ്പന് മൂത്തതിനോട് ഇഷ്ടം. അപ്പം പറഞ്ഞ, മോനെ ഏശാവേ, ഇനി വന്നേ, എൻ്റെ ഏറ്റവും വലിയ ബലഹീനത നീയും ഒപ്പം ആട്ടിറച്ചി തോരനുമാണ്. നീ ഒന്നാന്തരം ആട്ടിറച്ചി തോരൻ വെച്ച് ഒലത്തി തരാമെങ്കിൽ ഞാനത് തിന്നും. അവസാനത്തെ അരപ്പം പഠിച്ചു നോക്കും, എന്നിട്ട് ഒരേമ്പക്കം വിടും. ആ ഏമ്പക്കത്തിൻ്റെ കൂട്ടത്തിൽ ഒരാശീർവാദവും വിട്ടുതരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മ ഇത് ഒളിച്ചു നിന്ന് കേട്ടു. ഇളയ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, യാക്കോബേ, യഹൂദ പാരമ്പര്യപ്രകാരം അപ്പൻ ആശീർവാദം മൊത്തം കൊടുത്താൽ പിന്നെ പൊട്ടോ പൊടിയോ പീരയോ ചാറോ ബാക്കി വരികയില്ല. നീ ഒരു കാര്യം ചെയ്യേ, നമ്മുടെ ആട്ടിൻകൂട്ടത്തിലെ ഊനമറ്റ മുട്ടാടിനെ ഒന്ന് തൊലി പൊടിച്ച് തുണ്ടമായി മുറിച്ച് കറി പരുവത്തിൽ തരാമെങ്കിൽ അമ്മ ഇന്ന് വരെ വെച്ചതിൽ 1ാം തരം ആട്ടിറച്ചി തോരൻ ഉണ്ടാക്കി തരാം. അവൻ ആടിനെ കൊന്നു കണ്ടിച്ച് കഷ്ണമാക്കി തോരൻ വെക്കാൻ വേണ്ടി അമ്മയുടെ കൊടുത്തു. അമ്മ കൊതിപ്പിക്കുന്ന മണമുള്ള ആട്ടിറച്ചി തോരൻ വെച്ച് കൂടാരം മൊത്തം ഗന്ധം അലയടിച്ച് ചേർന്നു. എന്നിട്ട് വിളമ്പി കൊടുത്തു. ഇവൻ ആട്ടിറച്ചി തോരനുമായിട്ട് അപ്പൻ്റെ അടുക്കിലേക്ക് പോകുന്നു. അപ്പോൾ ഇവനോട്, ദൈവമേ, അപ്പനാണ് വില്ലനാണ്, മോശക്കാരനല്ല. കാരണം ഇവൻ്റെയാണ് അപ്പൻ, ഒട്ടും കുറവ് വരാൻ സാധ്യതയില്ല. അപ്പനെങ്ങാനും തപ്പി നോക്കിയാലോ? ഇവനും ജ്യേഷ്ഠനും തമ്മിൽ ഒരു വലിയ വ്യത്യാസം. ഇവന്റെ ജ്യേഷ്ഠന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഹരിതനിവിടെ വനം പോലെ, പുൽത്തകിടി പോലെ രോമം നീണ്ടു നിൽക്കുന്നു. ഇവന്റെ ശരീരം എന്ന് പറഞ്ഞാൽ പുത്തനായിട്ട് പണിത പള്ളിയുടെ മൊസൈക്കിട്ട തറ പോലെ തലപടാതെ ഇളങ്ങി നിൽക്കുന്നു. അപ്പൻ തപ്പിയാലോ? അതുകൊണ്ട് അപ്പൻ തപ്പാൻ സാധ്യതയുള്ള സമസ്ത മേഖലകളിലും ആട്ടുതോലും പൊതിഞ്ഞ് ആട്ടിറച്ചി തോരനുമായിട്ട് അപ്പൻ്റെ അടുക്കിലേക്ക് ചെന്നു. അപ്പൻ ആട്ടിറച്ചി കൂട്ടി പഠിച്ചു നോക്കി ഏമ്പൊക്കെ നീട്ടി വിട്ടു. പക്ഷെ ആശീർവാദം കൊടുത്തില്ല. ഒരു ചോദ്യം ചോദിച്ചു, നീ ഏശാവ് തന്നെയാണ്? എന്നാ സംശയം? അപ്പം പറഞ്ഞു, വന്ന് തപ്പി നോക്കട്ടെ. തപ്പി നോക്കിയപ്പോൾ മുഴുത്ത രോമം. അപ്പൻ പൂർവ്വപിതാവല്ലേ,
ലോകാവസാനം വരെ വരുന്ന അച്ഛന്മാരെ കണ്ടു, ആത്മാരെ കണ്ടു, വചനപ്രഘോഷകരെ കണ്ടു. എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു കമന്റ് ഇരുന്ന ഇരിപ്പിൽ ഈ പൂർവ്വപിതാവ് ഇസഹാക്ക് ഓർക്ക വിളിച്ചു പറഞ്ഞ എന്താ? തൊലി ഏശാവിൻ്റെ, സ്വരം യാക്കോബിൻ്റെ എന്ന് പറഞ്ഞാൽ ഷെയ്പ്പ് കത്തനാരുടെ, സ്വഭാവം മുതുപിശാചിൻ്റെ. പള്ളിയിൽ വന്നും പരസ്യവേദിയിലും കണ്ട് ഒരു ഭാര്യ ചിരിക്കുന്ന കണ്ടാൽ തോന്നും ഇവളാണ് ഗബ്രിയേൽ മാലാഖയുടെ ഇളയ പെങ്ങള്. വീട്ടിൽ ചെന്ന് കയറുമ്പോഴാണ് ഇതാണ് ലൂസിഫറിന്റെ മൂത്ത പുത്രി. അപ്പൊ ഇത് കുടുംബത്തിൽ സംഭവിക്കാം, ഏത് ജീവിതത്തിലും സംഭവിക്കാം. അവിടെയാണ് പറയുക, ഞാൻ യാക്കോബിന്റെ ദൈവമാണ്. പച്ച മനുഷ്യന്റെ കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും എല്ലാം ഉണ്ടെങ്കിലും ദൈവം അനുഗ്രഹിച്ചു. യാക്കോബിന്റെ ദൈവം ഇസ്രായേൽ, ദൈവത്തോട് യുദ്ധം ചെയ്ത മനുഷ്യന് പേരുകുത്തി. അപ്പോൾ പറയുക, പ്രപഞ്ച നിയമത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. അതാണ് അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. ഡോക്ടർമാർ രോഗിയെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഏറിയാൽ 6 മാസം, കൂടിയാൽ 1 വർഷം. കൊതിയുള്ള ഭക്ഷണം മുഴുവൻ കൊടുത്തേരെ, ഇഷ്ടമുള്ളവരെ വിളിച്ച് സംസാരിപ്പിച്ചു. ആയുസധികം നീളുമെന്ന് തോന്നുന്നില്ല, കൂടിയാൽ 1 വർഷം. പറഞ്ഞ ഡോക്ടർ മരിച്ചിട്ട് 10ാം വർഷമാണിത്. രോഗി നല്ല കതിനാക്കുറ്റി പോലെ ഇന്നും ഉരുണ്ടുരുണ്ട് നടക്കുന്നു. പ്രപഞ്ച നിയമത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ അന്നത്തെ ജലസേചന മന്ത്രി ബേബി ജോൺ 3 പ്രാവശ്യം വീട്ടുകാർ വിളിച്ചുകൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി. 3ാം പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഓർത്തു, ഇനി സിമിത്തേരി വെച്ച് കാണാം. കയ്യെ പിടിച്ചപ്പം ഏതാണ്ട് എല്ലേൽ തൊലി മൂടിയ പോലാണ് മാംസം അടന്നു കിടക്കുക. പിന്നെയും 7 വർഷം കഴിഞ്ഞായിരുന്നു ആ മനുഷ്യന്റെ മരണം. നമ്മൾ ഓർക്കുന്നിടത്തല്ലല്ലോ. പ്രപഞ്ച നിയമത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് ദൈവം. ഇപ്പൊ ജീവിതത്തിൽ പല പല കാര്യങ്ങളും ഇനി സാധിക്കുകയില്ല, എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ ഓർക്കുമ്പോഴും ദൈവം പറയുന്നു, ഒന്നും കഴിഞ്ഞിട്ടില്ല, പ്രപഞ്ച നിയമത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് ഞാൻ. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലാകാം, നമ്മുടെ ബന്ധങ്ങളിലാകാം, സഭയിലാകാം, സമൂഹത്തിലാകാം, ഈ ഒരു കൺവിക്ഷൻ നമുക്കുണ്ടാവുക, ഹിസ് പവർ ഓവർ നാച്ചുറൽ ലോ. പ്രപഞ്ച നിയമം ദൈവകരങ്ങളില്ല. ഡോക്ടർക്ക് ബുദ്ധിയും മരുന്നിന് ശക്തിയും കൊടുക്കുന്നവന് എല്ലാം സാധ്യമാണ്. അതല്ലേ ഞാനും 16:12 മരുന്നോ ലേപന ഔഷധമോ അല്ല, സുഖപ്പെടുത്തുന്ന എൻ്റെ വചനമാണ് സൗഖ്യം തരിക. മരുന്നോ ലേപന ബുക്ക് ഓഫ് വിസ്ഡം, മരുന്നോ ലേപന ഔഷധമോ അല്ല, സുഖപ്പെടുത്തുന്ന എൻ്റെ വചനമാണ് സൗഖ്യം തരിക. അപ്പൊ അവിടെ പഠിപ്പിക്കുന്നു പ്രപഞ്ച നിയമത്തിന് അധികാരമുള്ളവൻ. 6 ഹിസ് പവർ ഓവർ മിസ്ഫോർച്യൂൺ, നിർഭാഗ്യത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. യോഹന്നാൻ 9:1 മുതൽ 38 വരെ വാക്യങ്ങൾ. യോഹന്നാൻ 9:1 മുതൽ 38 വരെ വാക്യങ്ങൾ. നിർഭാഗ്യത്തിന്റെ മേൽ, ദൗർഭാഗ്യത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് യേശു. നിർഭാഗ്യത്തിന്റെ മേൽ, ദൗർഭാഗ്യത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു. യോഹന്നാൻ 9:1 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. അന്ധനായ മനുഷ്യനെ കാണിച്ചുകൊണ്ട് ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ അന്ധനായത് ഇവന്റെ കുറ്റം കൊണ്ടാണോ അതോ ഇവന്റെ മാതാപിതാക്കളുടെ കുറ്റം കൊണ്ടാണോ? അപ്പോൾ യേശു പറഞ്ഞു, ആരുടെയും കുറ്റം കൊണ്ടല്ല, ദൈവമഹത്വം പ്രകടിപ്പിക്കാൻ ഇവൻ അന്ധനായിരിക്കുന്നു. പഴയ നിയമത്തിലെ ഒരു കാഴ്ചപ്പാടിനെ പുതിയ നിയമത്തിൽ ക്രിസ്തു തിരുത്തുകയാണ്. പഴയ നിയമത്തിലെ ഒരു കാഴ്ചപ്പാടിനെ പുതിയ നിയമത്തിൽ ക്രിസ്തു തിരുത്തുകയാണ്. പണ്ടൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, പൂർവികരുടെ പാപങ്ങളുടെ ഫലമാ മനുഷ്യൻ അനുഭവിക്കുന്ന സകല തിന്മകളും സകല തകർച്ചകളും. ഇന്നും അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ ക്രിസ്തു അതിനെ തിരുത്തി. ക്രിസ്തു പറയുന്നു, ഒരു വ്യക്തിയുടെ തകർച്ചയും നൊമ്പരവും ആരുടെയും പാപത്തിന്റെ പരിഹാരമായിട്ട് കാണരുത്, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ഇവന് അന്ധനായിരിക്കുന്നു. അപ്പൊ എന്താ ഇതിന്റെ പറ്റി? നമുക്കറിയാം, ഇന്ന് ഈ അന്ധന്മാരെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. അതും അഭിനയിക്കുന്നവരുണ്ട്. കുറവലങ്ങാട് പള്ളി എന്ന് പറയുന്ന പള്ളി, അതിൻ്റെ മുറ്റത്ത് 1ാം മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചകളിൽ ആയിരങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അന്ധന്മാർ ടർക്കി ടവലും വിരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കരഞ്ഞോണ്ട് പറയും, കണ്ണുള്ള നിങ്ങൾ കണ്ണില്ലാതെ ഞങ്ങൾക്ക് വല്ലതും തന്നിട്ട് പോണേ. ഈശ്വരൻ ഞങ്ങളെ കണ്ണില്ലാതെ സൃഷ്ടിച്ചു, കണ്ണുള്ള നിങ്ങൾ കണ്ണില്ലാതെ ഞങ്ങൾക്ക് വല്ലതും തന്നിട്ട് പോണേ. ഒരു ചേട്ടൻ 5 രൂപയുടെ തുട്ട് അങ്ങ് എറിഞ്ഞു കൊടുത്തു. ആ തുട്ട് ഉരുണ്ടങ്ങ് പോയി. അന്തനൊറ്റ ഓട്ടം ഓടിപ്പോയി 5 രൂപ തൊട്ട് പെറുകി എടുത്ത് അവൻ ടർക്കി ടവലെ കൊണ്ടുപോയിട്ടു.
ഇയാൾ പറയടാ നീ കളിപ്പിക്കാനിരിക്കുകയല്ലേ, പോലീസിനെ കൊണ്ട് വിടുവിക്കും, നിനക്ക് കാണാമല്ലോ, അതിന് നീ പൈസയുടെ പുറകെ വിടും. പറഞ്ഞു പൊന്നു ചേട്ടാ ചതിക്കരുത്, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കരുത്. ഞാൻ യഥാർത്ഥ അന്ധന് പകരം 3 മണിക്കൂർ ഇരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് അന്ധനാണ്. ഞാൻ 3 മണിക്കൂർ പകരം ഇരിക്കുക. അയാൾ ചോദിച്ചു യഥാർത്ഥ അന്ധൻ എന്ത് ചെയ്യും? അവൻ സിനിമ കാണാൻ പോയിരിക്കുകയാണ്, 5:30 തിരിച്ചു വരും. നമുക്കാരെയും വിശ്വസിക്കാൻ മേലാത്ത കാലമാണ്. ഇപ്പം ഇന്ന് അന്ധനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അഭിനയത്തിൻ്റെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇവിടെ തമ്പുരാൻ സൂചിപ്പിക്കുന്നു, ഒരു ദുരന്തം വരുമ്പം, ഒരു ദുരിതം കണ്ടു കഴിയുമ്പം അത് അവസാനമാണെന്ന് കരുതരുത്. ഇതിനപ്പുറത്ത് ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. ഇത് നമ്മൾ കരുതുക, വിശ്വസിക്കുക എന്ന് പറയുക. ഇപ്പം എന്താണ് ദൈവമഹത്വം വെളിപ്പെടുത്താൻ ഇവൻ അന്ധനായിരിക്കുന്നു? അതിൻ്റെ പ്രത്യേക അർത്ഥമുണ്ട്. ദൈവമഹത്വം വെളിപ്പെടുത്താൻ എന്താണ് അന്ധനിലെ ദൈവമഹത്വം? ഉദാഹരണത്തിന് ഞാനിവിടെ ദൈവമേ 2500 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഒരു റേബാൻ കണ്ണട മേടിച്ച് വെക്കാമായിരുന്നു. 2500 രൂപ ഇല്ലാത്തതുകൊണ്ട് ഒരു കണ്ണട മേടിച്ച് വെക്കാൻ പറ്റുന്നില്ലെന്ന് ഓർത്ത് ഞാൻ സ്വയം ഒരുങ്ങുമ്പോഴാണ് 2 കണ്ണുമില്ലാത്ത ഒരന്ധൻ വരുന്നു. കണ്ണില്ലാത്ത അന്ധനെ കാണുമ്പോൾ കണ്ണുള്ള ഞാൻ ദൈവമഹത്വം കാണണം. കണ്ണില്ലാത്തതില്ല, അവൻ്റെ മുമ്പിൽ എനിക്ക് തന്നിരിക്കുന്ന ദൈവമഹത്വം. ഒരു ജോഡി ഷൂസ് മേടിക്കാൻ കാശില്ലോന്ന് കരയുമ്പോഴാ 2 കാലുമില്ലാത്ത ഒരുത്തൻ ഒരു കോലൻ ഞാൻ വരുന്നു. കാലില്ലാത്തവനെ കാണുമ്പോൾ കാലുള്ള ഞാൻ ദൈവമഹത്വം കാണണം. കാലില്ലാത്തവന് പകരം കരയാൻ നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. കണ്ണില്ലാത്തവന് പകരം കരയാൻ നമ്മളോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മൾ ഓർക്കണം, കണ്ണുള്ള ഞാൻ എന്തെല്ലാം നന്മകൾ ചെയ്താരാ ദൈവം തന്ന ജീവിതം. 2 കണ്ണും തന്നിട്ടുണ്ടല്ലോ. ഈ കണ്ണുള്ള ഞാൻ എന്തെങ്കിലും നന്മ ലോകത്തിന് ചെയ്യണം. കിട്ടിയ കാഴ്ചയിലെ ദൈവമഹത്വം ഞാൻ കാണണം. കാലുള്ള ഞാൻ എന്തെങ്കിലും നന്മ ചെയ്യണം. ആ കാലുപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വഴികൾ കണ്ടെത്തണം. ഇപ്പൊ കാലില്ലാത്തവന് മുമ്പിൽ കാലുള്ളവൻ ദൈവമഹത്വം കാണണം. കണ്ണില്ലാത്തവന് മുമ്പിൽ കണ്ണുള്ളവൻ ദൈവമഹത്വം കാണണം. ദൈവം എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു മഹത്വം. പലപ്പോഴും നമ്മളെപ്പോഴും നിരാശപ്പെടുന്നതിൻ്റെ കാരണം നമ്മളാണ് ലോകത്തെ ഏറ്റവും കുറഞ്ഞ ആൾക്കാർ. ഒന്നോർത്ത് ഇപ്പം അമേരിക്കയിലാണ് എന്നതിനാൽ തന്നെ നിങ്ങളെക്കാൾ കോടാനുകോടികൾ ലോകത്തുണ്ടെന്ന് ഉറപ്പ്. എങ്കിലും നമ്മൾ ഇവിടെയും പറയും, ദൈവമേ എനിക്ക് ആ കുറവുണ്ട്, ഈ കുറവുണ്ട്. അത് മനുഷ്യൻ്റെ രീതിയാണ്. എന്നാ കിട്ടിയാലും ഒരു കൊച്ചു പരാതി പറയാന്നുള്ളത്. പക്ഷെ നമ്മളെക്കാൾ കുറഞ്ഞ എത്രയോ പേരുണ്ട് ഈ ലോകത്ത്, എത്രയോ പേരുണ്ട്. നമുക്ക് തോന്നും കുറച്ചുകൂടെ കിട്ടണം. തമ്പുരാന്റെ മനസ്സെന്താ? ഇത് മതി. ദൈവത്തിന്റെ മനസ്സ് ഇത് മതി, ഇത് മതി. അതിലെ ദൈവത്തിന്റെ മനുഷ്യാവതാരം. എനിക്ക് ഈ പശുക്കൂട് മതി, എനിക്ക് ഈ ഗോമൂത്രം മതി, എനിക്ക് ഈ ചാണകം മതി, എനിക്ക് ഈ വൈക്കോല് മതി, എനിക്ക് ഈ പുല്ല് മതി. ഇതാണ് ദൈവത്തിന്റെ തീരുമാനം. നമുക്കാണ് പോരാ പോരാ, എത്ര കിട്ടിയാലും പോരാ പോരാ. അതൃപ്തി നമുക്കുള്ളതാ. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉണ്ട് ഈ അതൃപ്തി. എന്തോ ഇതിനെ കുറിച്ചും ഒരു കമന്റ് പറയുന്ന രീതി നമ്മുടെ മാത്രം രീതിയല്ലേ. എത്ര കിട്ടിയാലും പോരാ പോരാ. പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ സാരി എടുക്കാൻ ചെന്ന് 3 മണിക്കൂർ തപ്പിയിട്ട് ഇഷ്ടപ്പെട്ട സാരിയില്ല. കിട്ടിയപ്പോൾ എന്നെ അടി, മണിക്കൂർ 3 ആയാലും മിണ്ടാതിരി മനുഷ്യ, ഞാൻ ഒന്നുകൂടെ തപ്പട്ടെ. എന്നതാടി തപ്പുന്നത്? നല്ല ചുമന്ന പച്ചസാരി ഉണ്ടോ ഞാൻ തപ്പുക, ഇത് കിട്ടിയാലേ പോകത്തുള്ളൂ. ഈ അതൃപ്തി നമ്മുടെ സ്വഭാവമാണ്. അതൃപ്തി ആണുങ്ങൾക്കും സ്ത്രീകൾക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉണ്ട്. ആണുങ്ങളാണെങ്കിലും ഉണ്ട്. എന്തിനും ഏതിനും കുറ്റം പറയുക, ഏത് ഭക്ഷണത്തിനും കുറ്റം പറയുക, എന്തൊരുക്കി വെച്ചാലും കുറ്റം പറയുക. ചെരുപ്പ് കടയിൽ ചെന്നു ഭാര്യയും ഭർത്താവും കൂടി. അവിടെ ചെരുപ്പ് തപ്പുക. കച്ചവടക്കാരനെല്ലാം കാണിച്ചു കൊടുത്തു. പാരകൻ, പാളകൻ, ലെതർ, ടയർ, റബ്ബർ, ലൂണ, ഇവ ഹവായി, ഇതെല്ലാം കാണിച്ചിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പില്ല. അവൾ പിന്നെ സെയിൽസ്മാനോട് ചോദിക്കുക, ഹലോ വേറെ വല്ല നല്ല ജോഡി ചെരുപ്പുണ്ട്? അമ്മ പെങ്ങളെ കാണിക്കാമെന്നൊക്കെ കാണിച്ചു. ഇനി 2 എണ്ണമേ ഉള്ളൂ, മേടിക്കുമെന്ന് തോന്നുന്നില്ല, എൻ്റെ കാലം കിടക്കുന്നതാണ്, ബാക്കിയെല്ലാം ഞാൻ കാണിച്ചു. ഇതാണ് അതൃപ്തിയുടെ ലോകം, തൃപ്തിയില്ലാത്ത ലോകം എന്ന് പറയുക. അപ്പൊ അവിടെയാണ് പറയുക, നമ്മളെക്കാൾ കുറഞ്ഞവരുണ്ട്, ഇത് മതി എന്ന് പറയാൻ പഠിക്കണം. നമുക്ക് പറയാൻ പഠിക്കണം, എനിക്ക് ഇത്രയും മതി, ഈ ഭക്ഷണം മതി, ഇതില്ലാത്ത എത്രയോ പേരുണ്ട്. ഈ വീട് മതി, ഇത്രയും ഒഴിപ്പില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖലയിലും നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഇത്രയും മതി, ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന ഒരു മനോഭാവത്തെ നമ്മൾ വളർത്തിയെടുക്കുക. എന്നോട് ആൾക്കാർ പറഞ്ഞ, അച്ഛൻ പോയി കുറച്ച് നാൾക്ക് മുമ്പ് ഒരു സിനിമ കാണണം. ഞാൻ ചെയ്ത സിനിമയാണ്. എൻ്റെ അച്ഛ കണ്ണുനീരിൽ കുതിരുന്ന പടം ആകാശദൂത്, അത് പോയി കാണണം.
എനിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹം. അപ്പം ആകാശദൂത് കാണാൻ വേണ്ടി വലിയ ആഗ്രഹം. 2 ഭാര്യമാർ ഒരുമിച്ച് കൂടി ആകാശദൂതിനെ കുറിച്ച് പറഞ്ഞു. ഒരു സ്ത്രീ പറഞ്ഞു കൂട്ടുകാരിയോട്, ഓ എൻ്റെ കെട്ടിയവൻ എന്തൊരു ലോലഹൃദയൻ, ആകാശദൂത് കണ്ടിട്ട് ഒരു ടർക്കി ടവൽ നനയുന്നിടത്തോടും കണ്ണുനീര്, ഇത്രയും ലോലഹൃദയം. അപ്പം മറ്റേ കൂട്ടുകാരി പറഞ്ഞു, അതാണോ ലോലഹൃദയം? എൻ്റെ കെട്ടിയവനെ ലോലഹൃദയമല്ലേ ഹൃദയം. അതെന്നാടി, നിന്റെ കെട്ടിയവൻ കണ്ടേച്ച് അത്രയും വലിയ കരച്ചിൽ. എൻ്റെ കെട്ടിയവനോട് അതൊന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞതേ ഉള്ളൂ, എന്തോ ഒരു കരച്ചിലായിരുന്നു ഞങ്ങളുടെ പെരയ്ക്കകത്ത് നടക്കുക. അപ്പം ഞാൻ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനകത്ത് കയറി. അതിനകത്തിരുന്ന് ഇങ്ങനെ പടം കണ്ടു തുടങ്ങുമ്പോൾ ഏറ്റവും കുറഞ്ഞത് തറ ടിക്കറ്റിലിരുന്ന് പടം ഇങ്ങനെ കാണുമ്പം തൊട്ട് മുമ്പിൽ നിന്നും ഒരനക്കം നോക്കുമ്പം 10-25 പേര് തറ മാന്തിയിട്ടിരിക്കുന്നു. കുഴി ടിക്കറ്റ് എന്നും പറഞ്ഞ് അവിടെ നിന്ന് പടം കാണുക. ഏറ്റവും താഴ്ന്നത് തറ ടിക്കറ്റാന്ന് കരുതുമ്പം അതിനേക്കാൾ താഴ്ന്ന കുഴി ടിക്കറ്റിൻ്റെ ലോകമാണ് നമ്മുടെ ലോകം. നിങ്ങളുടെ നാട്ടിൽ അവധിക്ക് വരുമ്പോൾ ഓർക്കുക, നിങ്ങളെയൊക്കെ താഴ്ന്ന എത്ര വയൽവാസികൾ, നമ്മളെയൊക്കെ താഴ്ന്ന എത്രയോ മനുഷ്യർ. അവിടെയാണ് പറയുക, എന്ത് നിർഭാഗ്യങ്ങളും നൊമ്പരങ്ങളും ദൈവം തരുമ്പോൾ ഓർക്കുക, ദൈവത്തിന് അധികാരമുണ്ട്, ദൈവം അറിയുന്നുണ്ട്, ദൈവം അനുവദിച്ചതാണ്. ആ ഒരു ചിന്ത നമുക്കുണ്ടാവുക. ചെറിയ ചെറിയ പോരായ്മകളും കുറവുകളും വരുമ്പം അസ്വസ്ഥരാകരുത്. എൻ്റെ നിർഭാഗ്യത്തിൻ്റെ മേൽ, എൻ്റെ തകർച്ചകളുടെ മേൽ, എൻ്റെ നൊമ്പരങ്ങളുടെ മേൽ ദൈവത്തിന് സമസ്ത അധികാരമുണ്ട്. ആ ചിന്ത മനസ്സിൽ കൊണ്ടുവരിക. യേശുവിൻ്റെ 7ാമത്തെ അധികാരം നമ്മൾ കാണുന്നത് അവിടെ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. ഹിസ് പവർ ഓവർ ലൈഫ് ആൻഡ് ഡെത്ത്. ജീവന്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ളവൻ യേശു. ജീവന്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ളവൻ യേശു. കർത്താവായ യേശുവിൻ്റെ അധികാരത്തെ കാണും. ജീവന്റെ മേലും മരണത്തിന് മേലും അധികാരമുള്ളവൻ. സ്ഥലം ബേഥനിയ. ബേഥനിയായി ലാസറിന്റെ ശവകുടീരമാണ്. ആ ലാസർ മരിച്ചിട്ട് 4 നാളായി എന്നാണ് പറയുക. കാരണം യഹൂദന്റെ കണക്കും പ്രകാരം മരിച്ച മനുഷ്യന്റെ ആത്മാവ് 3-ാം ദിവസം വരെ തിരിച്ചു വരാം. ആ സാധ്യത അസ്തമിച്ച 4-ാം ദിവസം. മെഡിക്കൽ സയൻസിൽ അസ്ഥിയിൽ നിന്നും മാംസം അഴുകി വേർപെടുന്നത് 4-ാം ദിവസമാണ്. അപ്പൊ ജീവന്റെ സമസ്ത സാധ്യതകളും അസ്തമിച്ച 4-ാം ദിവസം ബെഥനിയായിൽ യേശു കടന്നു വരികയാണ്. ബേഥനിയായിൽ യേശു കടന്നു വന്നിട്ട് ലാസറിന്റെ ശവകുടീരത്തിങ്കൽ നിന്നുകൊണ്ട് യേശു ജീവന്റെ മേൽ അധികാരം കൊടുക്കുകയാണ്. ലാസറിന് വീണ്ടും പുതുജീവൻ കൊടുത്തുകൊണ്ട് ക്രിസ്തു പഠിപ്പിക്കുന്നു, ജീവനും മരണവും എൻ്റെ കൈകളിലാണ്, എൻ്റെ നിയന്ത്രണത്തിലാണ്. അതാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 55-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തിന്റെ ആധിപത്യത്തെ ക്രിസ്തു എന്നേക്കുമായി തോൽപ്പിച്ചു. ഈ അധികാരങ്ങൾ 7ഉള്ളവനാണ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരിക. അപ്പം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഭയിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈ സമസ്ത അധികാരവുമുള്ള ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഓർക്കുക, കുടുംബജീവിതത്തിൽ 3 അനുഗ്രഹങ്ങൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്ക് 3 അനുഗ്രഹങ്ങൾ ആവശ്യമുണ്ട്. ക്രിസ്തുവിനെ നടുവിൽ നിർത്തുമ്പോൾ ഈ 3 അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. ഏതെല്ലാമാണ് മനുഷ്യന് അടിസ്ഥാന ആവശ്യമായ 3 അനുഗ്രഹങ്ങൾ? 1 ദൈവാനുഗ്രഹം, 2 മാതാപിതാക്കളുടെ അനുഗ്രഹം, 3 ജീവിത പങ്കാളിയുടെ അനുഗ്രഹം. 3 അനുഗ്രഹങ്ങൾ ആവശ്യമാണ്. വീര്യമുള്ള വീഞ്ഞു പോലെ എന്നും കുടുംബജീവിതം തുടരണമെങ്കിൽ 3 അനുഗ്രഹങ്ങൾ കുടുംബത്തിൽ ആവശ്യമാണ്. 1 ദൈവത്തിൻ്റെ അനുഗ്രഹം. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്, ദൈവാനുഗ്രഹം നമുക്ക് കൈ ലഭിക്കുന്നത് എൻ്റെ സഭയുമായുള്ള ബന്ധം, എൻ്റെ വിശുദ്ധ കുർബാനയുടെ ജീവിതം, എൻ്റെ പ്രാർത്ഥനാ ജീവിതം, എൻ്റെ ബൈബിൾ വായന, ഇതിനോട് വിശ്വസ്തത പാലിക്കുമ്പോൾ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു. ദൈവാനുഗ്രഹം. 2 ജീവിത പങ്കാളിയുടെ അനുഗ്രഹം. ജീവിത പങ്കാളി അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം വരെ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാം. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം 2 പേരോട് ഒരുമിച്ചാണ്. വിവാഹത്തിൻ്റെ അന്ന് വരെ ഒരു പുരുഷന്റെ ഓട്ടം 2 കാലയിലാണ്, ഒരു ഭാര്യയുടെ ഓട്ടം 2 കാലയിലാണ്. പക്ഷെ കല്യാണം കഴിയുമ്പം നടുക്കത്തെ കാല് കൂട്ടിക്കെട്ടും, ഓരോ കാല് ഫ്രീ.
മറ്റേ കാലം അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഭർത്താവ് എന്ത് ചെയ്താലും അത് വിജയിക്കണോ, ഭാര്യയുടെ ബ്ലെസ്സിങ് വേണം. ഭാര്യ എന്ത് ചെയ്താലും വിജയിക്കണോ, ഭർത്താവിൻ്റെ ഒരു അനുഗ്രഹം വേണം. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താൽ പിന്നെ അനുഗ്രഹമില്ല. കാരണം ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്, ഇനിമേൽ രണ്ടല്ല ഒന്നാണ്. ചിലപ്പോഴൊക്കെ നമുക്കറിയാം, കുടുംബത്തിൽ കൊച്ചു കൊച്ചു ബഹളങ്ങളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോഴത്തേക്ക് ചില പ്രശ്നങ്ങളും മറ്റുമൊക്കെ. രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചു. ഒരാൾ അച്ഛനായി, മറ്റേയാൾ മനഃശാസ്ത്രജ്ഞനായി. ഈ മനഃശാസ്ത്രജ്ഞൻ പ്രാന്തമുള്ളവരെ ചികിത്സിക്കുന്ന ഒരു വലിയ ക്ലിനിക്കിൽ ജോലിയാണ്. 200ഓളം പ്രാന്തന്മാരും പ്രാന്തികളുള്ള സ്ഥലം. അച്ഛനെ വിളിച്ചെന്ന് കാണാൻ വേണ്ടി അച്ഛൻ അവിടെ ചെന്നു. കയറി ചെന്നപ്പോൾ 1-ാമത്തെ മുറിയിൽ ഒരുത്തൻ നെഞ്ചതടിച്ച് കാറിക്കൊണ്ടിരിക്കുന്നു. ലില്ലി 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 ലില്ലി. അച്ഛൻ ചോദിച്ചത് എന്നാ പറ്റി? അപ്പം പറഞ്ഞു, ഇവൻ ലില്ലി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ പ്രേമിച്ചു. പക്ഷെ കല്യാണം നടന്നില്ല. പ്രേമനൈരാശ്യം കൊണ്ട് വട്ടുപിടിച്ചതാണ്. എപ്പോഴും കാണുന്നു ലില്ലി ലില്ലി ലില്ലി. 2 മണിക്കൂർ നടന്ന അവസാനത്തെ പകുതിയൊന്നും ഒരുത്തൻ തല പിത്തിക്കിട്ട് അടിച്ചുകൊണ്ട് കാറുന്നു ലില്ലി ലില്ലി ലില്ലി. അച്ഛൻ ചെയ്തെന്നാ പറഞ്ഞു, അത് അവളെ കെട്ടിയവൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പം എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രശ്നങ്ങൾ. അപ്പം എന്തെല്ലാം അസ്വസ്ഥ ഉണ്ടെന്ന് വരികയും അത് എന്തെല്ലോ താല്പര്യങ്ങളോട് ജീവിച്ചാലാ കുടുംബജീവിതം വിജയിക്കുക എന്ന് പറയുക. അവിടെയാണ് പറയുക, ഭർത്താവിൻ്റെ അനുഗ്രഹം ഭാര്യയ്ക്ക് വേണം, ഭാര്യയുടെ അനുഗ്രഹം ഭർത്താവിന് വേണം. ആ ഒരു ജീവിതം ചിലപ്പോൾ നമുക്കറിയാം. കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ. ഒരു സ്ത്രീയോട് ചോദിച്ചു, മോളെ നിന്റെ പഠിത്തം എന്താ? ഞാൻ 6 കെട്ടിയവനെ പെയ്യും. വെറും കാലം ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ട്. ആ ടൈപ്പ് കെട്ടിയവനെ കിട്ടിയെന്നിരിക്കും, ഈ ടൈപ്പ് സ്ത്രീയെ കിട്ടിയെന്നിരിക്കും. പക്ഷേ 3 കാലിലോടണം, ഓരോ കാലം ഫ്രീ, നരകത്തെ കാലം അഡ്ജസ്റ്റ് ചെയ്ത്. അവിടെയാണ് പറയുക, പാർട്ട്ണറുടെ ബ്ലെസ്സിങ് വേണം. അപ്പോൾ 1 ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്, 2 ജീവിത പങ്കാളിയുടെ ബ്ലെസ്സിങ്, 3 പേരൻസിൻ്റെ ബ്ലെസ്സിങ് വേണം. മാതാപിതാക്കളുടെ അനുഗ്രഹം വേണം. സമീപത്താണെങ്കിലും വിദൂരത്താണെങ്കിലും ചാരത്താണെങ്കിലും ദൂരത്താണെങ്കിലും ജീവിത പങ്കാളിയുടെ അനുഗ്രഹം പോലെ മാതാപിതാക്കളുടെ അനുഗ്രഹം. ഒരിക്കലും മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ നന്മയിൽ ജീവിക്കുന്ന, അവരുടെ അനുഗ്രഹം മേടിക്കുന്ന മക്കളായിട്ട് ജീവിക്കണം. പ്രായമായ മാതാപിതാക്കളുണ്ടോ, അവരെയും സന്തോഷിക്കുന്ന ജീവിതം. അവിടെയാണ് നമ്മുടെ കുടുംബജീവിതമൊക്കെ അനുഗ്രഹമായിട്ട് മാറുക. വീര്യമുള്ള വീഞ്ഞു പോലാവുക. അപ്പം അവിടെ പ്രാർത്ഥിച്ച് കൗതാശീവിതത്തിലൊക്കെ വേരുവാകി അടിയുറച്ച ജീവിതത്തിൻ്റെ ദർശനങ്ങളോടുകൂടി ജീവിച്ച് മുമ്പോട്ട് പോകാൻ ദൈവം നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളെ ദൈവം ഒരുക്കുന്നു, ദൈവം കരിപ്പിടിപ്പിക്കുന്നു. അപ്പം ഇവിടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ചിന്ത, ഒരു മണിക്കൂർ സമയം നമ്മൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പം എൻ്റെ ജീവിതം ഇന്ന് ഏത് സ്റ്റേജിലാണ്? 2 വിധത്തിൽ നമ്മുടെ വീടിനെ പണിയാം. 2 വിധത്തിൽ. ക്രിസ്തു ഉള്ള വീട്, ക്രിസ്തു ഇല്ലാത്ത വീട്. അതിന് 2 മോഡലുകൾ ബൈബിളിൽ വെച്ചിട്ടുണ്ട്. 1, വീടിനെ ബാബേൽ ഗോപുരം പോലെ പണിയാം. 2, സിയോൻ മാളിക പോലെ പണിയാം. ക്രിസ്തുവില്ലാത്ത വീടെങ്കിൽ അത് ബാബേൽ ഗോപുരമാണ്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്നു, ഒരു ജനത, ഇഷ്ടംപോലെ പണമുണ്ട്, ആകാശം മുടി വീഴുന്ന ഒരു ബാബേൽ ഗോപുരം അവർ പണിത്. ബാബേൽ ഒരു വലിയ ഗോപുരം പണിതു. പക്ഷെ എന്ത് സംഭവിച്ചു? ഭാഷ ചതറിപ്പോയി. സിമെന്റ് കൊണ്ടുവരാൻ പറയുമ്പം കല്ല് കൊണ്ടുവരാൻ പറയുമ്പം കട്ട കൊണ്ടുവരാൻ പറയുമ്പം കമ്പി കൊണ്ടുവരാൻ പറയുമ്പം മണൽ കൊണ്ടുവരാൻ പറയുമ്പം മണ്ണാങ്കട്ട. ഭാഷ ചതറിപ്പോയി. ഒരുപക്ഷെ ഹ്യൂസ്റ്റണിൽ വന്ന് ഒത്തിരി അരഞ്ഞ് കഷ്ടപ്പെട്ട് 1-ാം തരം വീട് ഇവിടെയുണ്ട്. നാട്ടിലും ഒരു മുഴുത്ത കെട്ടിടമുണ്ട്. പക്ഷേ കെട്ടിടം വലുതാണ്. എഴുതി വെക്കേണ്ടി വരുമോ ബാബേൽ ഗോപുരം? കാരണം ഭാഷ ചതറിപ്പോയി. കെട്ടിയവൻ എന്നാ പറഞ്ഞാലും തർക്കുത്തരം പറയുന്ന ഭാര്യ എന്നാ പറഞ്ഞാലും സ്വീകരിക്കാത്ത കെട്ടിയവൻ, മാതാപിതാക്കൾ എന്തു പറഞ്ഞാലും അനുസരിക്കാത്ത മക്കൾ എന്തു പറഞ്ഞാലും ഉൾക്കൊള്ളാത്ത മാതാപിതാക്കൾ, പ്രായമായ മാതാപിതാക്കൾക്ക് ഒരു ശ്രദ്ധയും കൊടുക്കാത്ത മക്കൾ. ആ വീട് ബാബേൽ ഗോപുരമാണ്. ഭാഷ ചതുരിപ്പോയ ബാബേൽ ഗോപുരം. കെട്ടിവന്ന മകൾക്ക് ഭർത്താവിൻ്റെ അമ്മയുടെ വാക്ക് ഇഷ്ടമില്ല, ഭർത്താവിൻ്റെ അമ്മയ്ക്ക് മരുമകളുടെ വാക്ക് ഇഷ്ടമില്ല എങ്കിൽ വീട് ബാബേൽ ഗോപുരം. 2, സിയോൻ മാളിക. അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായം. പല ഭാഷക്കാരും പല ദേശക്കാരും ഒരുമിച്ച് കൂടി, പക്ഷെ ഒരേ ഭാഷയിൽ മനസ്സിലായി. പല ഭാഷക്കാരും പല ദേശക്കാരും ഒരുമിച്ച് കൂടി, പക്ഷെ ഒരേ ഭാഷയിൽ മനസ്സിലായി. തിരുവനന്തപുരംകാരി മരുമകളുടെ ഭാഷ റാന്നിയിലെ അമ്മായിയമ്മയ്ക്ക് മനസ്സിലായി.
കൊട്ടാരക്കരക്കാരൻ മരുമകന്റെ ഭാഷ പത്തനംതിട്ടയിലെ അമ്മായിയപ്പന് മനസ്സിലായി. പല ഭാഷ കുഞ്ഞുങ്ങൾ പറയുന്ന മാതാപിതാക്കൾക്ക് മനസ്സിലായി, മാതാപിതാക്കൾ പറയുന്ന മക്കൾക്ക് മനസ്സിലായി. ആ വീട് സിയോൻ മാളികയാണ്. എങ്കിൽ ബാബേൽ ഗോപുരമായ കുടുംബങ്ങളെ സിയോൻ മാളികയാക്കി മാറ്റണോ? ക്രിസ്തു വേണം. ക്രിസ്തുവില്ലേ ഭാഷ ചെതറിപ്പോവും. ക്രിസ്തു കൊണ്ടോ ഭാഷ മനസ്സിലാകും, സ്നേഹമുണ്ട്, രമ്യതയുണ്ട്, അനുഗ്രഹമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറുവാൻ 2013 ഈ നോമ്പ് കാലത്തിലെ നമ്മുടെ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. ക്രിസ്തു സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബമായി, അരൂപി നിറഞ്ഞ ഒരു കുടുംബമായി, ബാബേൽ ഗോപുരമാകാതെ സിയോൻ മാളികയാകാൻ ഇടയാകട്ടെ. അവിടെ 2 അനുഭവങ്ങൾ പരസ്പരം കൊടുത്തുകൊണ്ടിരിക്കുക. വീടിനെ ദൈവം വിളിക്കുന്നു എന്നും കാനാൻ ദേശമായിരിക്കണം. വീട് ഒരു കാനാൻ ദേശമാകണം, കുടുംബം ഒരു കാനാൻ ദേശമാകണം. കാനാൻ ദേശത്ത് 2 അനുഭവങ്ങളാണ്, പാലും തേനും. കാനാൻ ദേശമാകണോ? പാലും തേനും. അമേരിക്കയിലും മറ്റും വന്ന് ജോലി ചെയ്ത് നിങ്ങൾക്ക് 1ാമത്തെ അനുഭവം ധാരാളമാണ്, പാലനുഭവം. പാലെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വീട്, ആരോഗ്യത്തിന് മരുന്ന്, കഴിക്കാൻ ഭക്ഷണം, ഉടുക്കാൻ തുണി, ജീവിതത്തെ സുഖമാക്കുന്ന എല്ലാം കൂടി ചേരുന്നതാണ് പാല്. അത് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. മരുന്നുണ്ട്, ഭക്ഷണമുണ്ട്, വീടുണ്ട്, സകല ഭാഗ്യമായ സൗകര്യങ്ങളുമുണ്ട്. പക്ഷെ 2ാമത്തേത് ഉണ്ടോ എന്ന് ചിന്തിക്കുക. അതാണ് തേൻ അനുഭവങ്ങൾ. പാൽ അനുഭവങ്ങളും തേൻ അനുഭവങ്ങളും ഉണ്ട്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു തേൻ അനുഭവം ഉണ്ടാകണം. തേൻ എന്ന് പറഞ്ഞാൽ കരുതലാണ്. ഭാര്യയുടെ കണ്ണു നിറഞ്ഞാൽ എന്നാ പറ്റിയ മോളെ, നിനക്ക് എന്നാ സംഭവിച്ചു? അടുത്ത് ചെന്നിരിക്കുന്ന തേൻ അനുഭവം. ഭർത്താവിന് വേദന വന്നാൽ എന്നാ പറ്റിയ മനുഷ്യ, മുഖത്തിലൊരു വാട്ടം. പരസ്പര ആശ്വസിപ്പിക്കൽ, പരസ്പര കരുതലുകൾ, നൊമ്പരങ്ങളിൽ കൂടെ നിൽക്കുന്ന ഒരു ജീവിതാനുഭവം, അതിന് വിളിക്കുന്നത് തേൻ അനുഭവം. അപ്പം പാലും തേൻ, സെക്യുലർ സെക്യൂരിറ്റി ആൻഡ് സൈക്കോളജിക്കൽ പ്രൊട്ടക്ഷൻ, ഇത് 2ഉം കൂടെ കൂടുമ്പോഴാണ് വീട് കാനാദേശമായിട്ട് മാറുക. ഒരു തിരുമേനി സ്വന്തം രൂപതയിലെ 10,000 കുടുംബങ്ങളിലേക്ക് ഒരു സർക്കുലർ അയച്ചു. കല്യാണം കഴിഞ്ഞ് 25 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് പിണങ്ങാത്ത ഭാര്യാഭർത്താക്കന്മാരുണ്ട്. തപ്പി ചെന്നപ്പം 2 കുഞ്ഞ് തെറിയേലും പിടിക്കാത്ത ഭാര്യാഭർത്താക്കന്മാരില്ല. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഒരു വീട്ടിൽ കല്യാണം കഴിഞ്ഞ് 27 വർഷമായിട്ടും പിണങ്ങാത്ത ഭാര്യാഭർത്താക്കന്മാർ. തിരുമേനി അവർക്ക് 5,000 രൂപയും പ്രശംസാപത്രവും സമ്മാനം കൊടുക്കാൻ കൽപ്പനയുണ്ട്. രൂപതയുടെ വലിയ അസംബ്ലിയിൽ 2,000 പേർ ഒരുമിച്ച് കൂടിയപ്പം മാതൃകാഭർത്താവിനെയും ഭാര്യയും സ്റ്റേജിൽ എഴുതിയിട്ട് തിരുമേനി പറഞ്ഞു, 27 വർഷം പിണങ്ങാതെ വഴക്കടിക്കാതെ ജീവിച്ച മാതൃകാ ദമ്പതിമാരാണ്. ഇവർക്ക് 5,000 രൂപ സർട്ടിഫിക്കറ്റും സമ്മാനം. അതിനുപരി എനിക്കൊരു ആഗ്രഹമുണ്ട്. കഴിഞ്ഞ 27 വർഷങ്ങളിൽ പിണങ്ങാതെ വഴക്കടിക്കാതെ ജീവിക്കാൻ എങ്ങനെ കഴിഞ്ഞെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാവും. ഇയാൾ എഴുന്നേറ്റ് അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ആദ്യ രാത്രി ഇവളും ഞാനും കൂടെ തട്ടിമുട്ടി ഒട്ടി ഒരുമി കട്ടിലിൽ ഇരുന്നപ്പോൾ എടുത്ത പ്രതിജ്ഞയാണ് 27 വർഷം പിണങ്ങാതെ വഴക്കടിക്കാതെ കലഹിക്കാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തി തന്നത്. ഞാൻ ഇവളോട് പറഞ്ഞു, എടി എൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുകയും പുളിച്ചതറി വിളിക്കാൻ തോന്നുകയും അടിവേര് നോക്കി ഒരു ചവിട്ട് തരാൻ തോന്നുകയും ചെയ്താൽ ഞാൻ വാതിൽ തുറന്ന് വരാന്തയിൽ ഇറങ്ങി നിൽക്കും. നീ ഭദ്രമായിട്ട് സാക്ഷായിട്ട് മുറിക്ക് പൂട്ടിയേക്കണം. എപ്പോൾ കൺട്രോൾ വീട് കിട്ടുമോ ഡോറെ തട്ടും വാതിലെ മുട്ടും, അപ്പം നീ തുറക്കണം. കഴിഞ്ഞ 27 വർഷങ്ങളിൽ തെറി വിളിക്കാനും ചവിട്ടാനും തൊഴിക്കാനും തോന്നിയപ്പോൾ ഞാൻ വരാന്തയിൽ ഇറങ്ങി നിന്നും അവൾ മുറി പൂട്ടിയിട്ടു. എപ്പോൾ കൺട്രോൾ വീട് കിട്ടിയോ ഞാൻ ഡോറയെ മുട്ടി. അപ്പം എന്തിനു വേണ്ടിയാണ് 5,000 രൂപയും പ്രശംസാപത്രവും മേടിക്കുന്നതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 27 വർഷമായിട്ട് ഞാൻ വീടിൻ്റെ വരാന്ത തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ അവാർഡാണ് ഈ 5,000 രൂപയും പ്രശംസാപത്രവും. ദൈവം ഒരുക്കി തന്ന ഒരു കുടുംബം, ആ കുടുംബത്തെ സ്വർഗമാക്കാൻ നമുക്ക് കഴിയട്ടെ. ഭാര്യയെ മനസ്സിലാക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ മനസ്സിലാക്കുന്ന ഭാര്യ, ഒരിക്കലും വരാന്ത നിൽക്കാൻ ഇടയാകാത്ത ഒരു കുടുംബം, അത് പരസ്പരം കൊടുക്കുവാൻ മത്സരിക്കുക, അങ്ങനെ വളർത്തുക. ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ കുടുംബത്തെ സ്വർഗമാക്കുക. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. ധ്യാനപൂർവ്വം ഈ ചിന്തകളുമായി നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം. നന്ദി.